Good morning. Morning. Clear ആണ്. ഇച്ചിരി ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ട്. സോറി, എന്റെ ലാപ്ടോപ്പ് വർക്കിംഗ് അല്ലാണ്ടായി പോയി. അപ്പൊ അതുകൊണ്ടാണ് മൊബൈലാണ് ഇപ്പൊ കണക്ട് ആയിരിക്കുന്നത്. സോ ഗുഡ് മോർണിംഗ് ടു ഓൾ. വെരി ഹാപ്പി ഗുഡ് മോർണിംഗ്. ഇന്നത്തെ മോർണിംഗ് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് കാർഡിയാക് ഹെൽത്തിനെ കുറിച്ചാണ്. കാർഡിയാക് ഹെൽത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കേണ്ടത് എങ്ങനെയെന്നും എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് അതിൽ നമ്മൾ ഹൃദയ സംരക്ഷണത്തിന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നും, ഉദാഹരണം കൊളസ്ട്രോളിന്റെ ലെവല്, അതുപോലെ തന്നെ ട്രൈഗ്ലിസറൈഡിന്റെ ലെവൽ, അതായത് ടോട്ടൽ നമ്മുടെ ലിപ്പിഡ് പ്രൊഫൈല്, ഇതൊക്കെ കൃത്യമായിട്ട് നിലനിർത്തേണ്ടതിന്റെയും നമ്മുടെ വിസറൽ ഫാറ്റ് കറക്റ്റ് ആക്കേണ്ടതിന്റെയും അതുപോലെ തന്നെ മറ്റു ആഹാര രീതിയിലുള്ള പാറ്റേൺ റെഡിയാക്കേണ്ടതിന്റെയും എക്സർസൈസിന്റെ ഇമ്പോർട്ടൻസും അതുപോലെ തന്നെ മറ്റെല്ലാ വാട്ടർ ഇൻടേക്കിന്റെ ഇമ്പോർട്ടൻസും എല്ലാത്തിനെ കുറിച്ചും നമ്മൾ അത്യധികം ബോധവാന്മാരാണ്. എന്നാൽ മറ്റു ചില ഘടകങ്ങൾ, അതായത് നമ്മളൊരു ആ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്ന് ഡ്രൈവ് ചെയ്യുന്ന മെയിൻ കൾപ്രിറ്റ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും കൊളസ്ട്രോളിനെയാണ് അല്ലെങ്കിൽ ട്രൈഗ്ലിസറൈഡിനെയാണ് നമ്മൾ ഹൃദയാഘാതം അല്ലെങ്കിൽ കാർഡിയോവാസ്കുലർ ഡിസീസിന് കാരണമായിട്ട് പറയുന്നത്. എന്നാൽ അത് കൂടാതെയുള്ള ഒന്ന് രണ്ട് നമ്മൾ ഇപ്പൊ ചില ഫിലിം ഒക്കെ കാണുമ്പോൾ ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും ഒരു ട്വിസ്റ്റ് വരുന്നത്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആളായിരിക്കും വില്ലൻ. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത കുറച്ച് വില്ലന്മാർ കൂടിയുണ്ട്. അപ്പൊ അവരാരൊക്കെയാണ്, അല്ലെങ്കിൽ അതിന്റെ ഒന്ന് രണ്ട് എക്സാമ്പിൾസ്, അത് എന്തൊക്കെയാണ് നമ്മൾക്ക് സംഭവിക്കുന്നത്, എങ്ങനെയൊക്കെയാണ് ഇപ്പൊ ഐഡിയൽ വെയിറ്റിലും ഐഡിയൽ ഫാറ്റിലും നല്ല സ്ലിം ഫിറ്റ് ആയിട്ടിരിക്കുന്ന ഒത്തിരി പേര്, ഇപ്പൊ പ്രമുഖരായിട്ടുള്ള ഒത്തിരി പേരൊക്കെ ഹാർട്ട് അറ്റാക്ക് മൂലമൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് ഇതിന്റെയൊക്കെ കാരണം, അതൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ എന്റെ ഹെൽത്ത് ഇഷ്യൂസിനെ കുറിച്ച് പറയാം, അല്ലെങ്കിൽ ഞാൻ ഹെർബൽ ലൈഫിലേക്ക് വരാനുണ്ടായ ഒരു സാഹചര്യത്തെ കുറിച്ച് പറയാം. 2021 ഹെർബൽ ലൈഫ് ന്യൂട്രീഷനിലേക്ക് ഞാനും എന്റെ ഫാമിലിയും, ആദ്യം ഹസ്ബൻഡാണ് ജോയിൻ ചെയ്തത്. ഐഡിയൽ വെയിറ്റ് എടുക്കുന്ന അദ്ദേഹത്തിന്റെ വെയിറ്റ് ലോസ് പ്രോസസ്സിൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ഹെൽത്ത് ഇഷ്യൂസ്, അതായത് ഫാറ്റി ലിവറിന്റെ സിംറ്റംസ് ഉണ്ടായിരുന്നു, അതുപോലെ ഹൈ ബി പി, ബോർഡർ ലൈൻ കൊളസ്ട്രോൾ, കൂടാതെ ഡയബറ്റിക് ആയിരുന്നു. ഡയബറ്റീസിന് റിലേറ്റഡ് ആയിട്ടുള്ള മെഡിസിൻസ് കഴിക്കുന്നുണ്ടായിരുന്നു, ഇൻസുലിനിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. ഇത്രയും ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ആയിട്ട് മുന്നോട്ട് നീങ്ങുമ്പോഴാണ് ഹസ്ബൻഡ് ഈ പ്രോഗ്രാമിലേക്ക് വന്നത്. 10 കിലോഗ്രാം എക്സസ് വെയിറ്റ് കുറയ്ക്കുന്നതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന്റെ, അല്ലെങ്കിൽ ഐഡിയൽ വെയിറ്റ് എത്തുന്നതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന്റെ ഈ ഹെൽത്ത് ഇഷ്യൂസ് എല്ലാം മാറി. അതിനുശേഷം ഞാൻ ഈ പ്രോഗ്രാമിൽ അദ്ദേഹത്തിന്റെ ബ്ലഡ് റിസൾട്ട് കണ്ട് വിശ്വാസം വന്നതിന് ശേഷമാണ് ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്തത്. അപ്പോൾ എനിക്കുണ്ടായിരുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഹൈ യൂറിക് ആസിഡ് കണ്ടന്റ് ആയിരുന്നു. അപ്പൊ മറ്റു അസുഖങ്ങളൊന്നും എനിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായില്ല. 41 വയസ്സാണ് അന്നത്തെ പ്രായം. അപ്പോൾ ഡയബറ്റിക് അല്ലെങ്കിൽ ഹൈ കൊളസ്ട്രോൾ, ഹൈ ബി പി എന്നുള്ള അവസ്ഥയിലേക്കൊന്നും ഞാൻ കടന്നിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു പ്രോബ്ലമാണ് യൂറിക് ആസിഡ് എന്ന് പറഞ്ഞ പ്രോബ്ലം. അപ്പൊ നമ്മൾ യൂറിക് ആസിഡിന്റെ പ്രോബ്ലം പറയുമ്പോഴേക്കും നമ്മൾ ഡയറക്ട്ലി അത് ലിങ്ക് ചെയ്യുന്നത് കിഡ്നി ഡിസീസസ് ആയിട്ടാണ്. കിഡ്നി ഫംഗ്ഷൻ ചെയ്യാത്തത് കൊണ്ടാണ് നമുക്ക് യൂറിക് ആസിഡ്, ക്രിയേറ്റിൻ ലെവൽസ്, ഹൈ യൂറീമിയ എന്നുള്ള കണ്ടീഷനിലേക്കൊക്കെ പോകുന്നത് കിഡ്നി ഡാമേജ് ആകുമ്പോഴാണ്. എന്നാൽ ഈ യൂറിക് ആസിഡ് എങ്ങനെയാണ് ഹാർട്ടിനെ അഫക്ട് ചെയ്യുന്നത് എന്നുള്ളൊരു പോയിന്റ് ആണ് നമ്മൾ ഇന്നിവിടെ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ കാർഡിയാക് ഹെൽത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന മറ്റു ഘടകങ്ങൾ എന്തൊക്കെയാണെന്നും കൂടിയാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ നോക്കുന്നത്. അപ്പൊ മാം സ്ലൈഡ്സ് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? ആദ്യത്തെ സ്ലൈഡ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ കാർഡിയാക് ഹെൽത്തിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കുറിച്ചും ഏതൊരാളും നല്ല ബോധവാന്മാരാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. പക്ഷെ നമ്മൾ മിസ് ചെയ്തു പോകുന്ന ചില കൾപ്രിറ്റ്സ്, അവരെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. അപ്പൊ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളാണ് യൂറിക് ആസിഡ്. ഇപ്പൊ അടുത്ത സ്ലൈഡ് കാണിക്കാമോ മാം? യൂറിക് ആസിഡ് നമ്മൾ വിചാരിക്കും നിസാരക്കാരനായ ഒരു മനുഷ്യനാണ് എന്ന് വെച്ചാൽ യൂറിക് ആസിഡിന് മറ്റു ചില പ്രോപ്പർട്ടീസ് കൂടിയുണ്ട്. ഒരു ആന്റി ഓക്സിഡന്റ് ആക്ടിവിറ്റി കൂടി യൂറിക് ആസിഡിനുണ്ട്. അപ്പൊ യൂറിക് ആസിഡ് സ്വാഭാവികമായിട്ടും ആ പരിധിയിൽ കവിഞ്ഞാൽ മാത്രമേ നമ്മൾ അതിനെ ഒരു കൾപ്രിറ്റ് ആയിട്ട് കണക്കാക്കാറുള്ളൂ. അതായത് 7 എബവ് അല്ലെങ്കിൽ 8 എബവ് ഒക്കെ വരുമ്പോഴാണ് നമ്മൾക്ക് ഈ ഗൗട്ട്, അതായത് ഈ പിക്ചറിൽ കാണിക്കുന്നത് പോലെ ഗൗട്ടി ആർത്രൈറ്റിസ് എന്നൊക്കെ പറയുന്ന സിംറ്റംസിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പൊ എന്റെ ഒരു ആരോഗ്യ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു. അപ്പൊ ആദ്യമൊക്കെ ഇത് ഡിറ്റക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ നമ്മൾ കാലം എവിടെയെങ്കിലും ഒക്കെ തട്ടി ഒരു സ്വെല്ലിംഗ് വന്നു, നീരായി. അപ്പൊ അതിനുള്ള പെയിൻ കില്ലേഴ്സ് ഒക്കെയാണ് എനിക്ക് ഡോക്ടേഴ്സ് ആദ്യം അഡ്മിനിസ്റ്റർ ചെയ്തിരുന്നത്. ഭാഗ്യവശാൽ ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ടായ ഒരു ആയുർവേദ ഡോക്ടറാണ് പറഞ്ഞത് യൂറിക് ആസിഡ് ഒന്ന് ചെക്ക് ചെയ്തോളൂ, അതുകൊണ്ടായിരിക്കാം എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ ആ ഒരു സംശയം പറഞ്ഞതിന്റെ ബേസിസിൽ ചെക്ക് ചെയ്തപ്പോഴാണ് എനിക്ക് യൂറിക് ആസിഡ് ഭയങ്കര ഹൈ ആയിരുന്നു.
അപ്പൊ ഞാൻ എപ്പോഴും അതിനെ ലിങ്ക് ചെയ്തിരുന്നത് ഒരു പാരമ്പര്യ രോഗത്തോടാണ് ഞാൻ ലിങ്ക് ചെയ്തിരുന്നത്. എന്റെ ഒബീസിറ്റി മൂലം അല്ലെ എന്റെ ഓവർ വെയിറ്റ് മൂലമാണ് എനിക്ക് ഈ പ്രോബ്ലം ഉള്ളതെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ നമ്മൾ മെഡിസിൻ ഒക്കെ ആയിട്ട് അതുപോലെ എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെ ആദ്യം അലോപ്പതിയിലും പിന്നീട് അലോപ്പതി മെഡിസിൻസ് കിഡ്നിനെ അഫക്ട് ചെയ്യാൻ സാധ്യതയുള്ളതുകൊണ്ട് ഇതും യൂറിക് ആസിഡ് എന്ന് പറയുന്നതും കിഡ്നിയുടെ ഒരു ഫംഗ്ഷനിങ്ങിന്റെ ഇമ്പയർമെന്റ് ആണെന്നും അറിയാവുന്നത് കൊണ്ടും സാധാരണ ഞാൻ അലോപ്പതിയിൽ നിന്ന് വിട്ടിട്ട് ഹോമിയോപ്പതി ട്രീറ്റ്മെന്റിലൊക്കെയാണ് അഭയം പ്രാപിച്ചത്. അപ്പോൾ 2 ആഴ്ച നമ്മൾ മെഡിസിൻ കഴിക്കുമ്പോൾ നമ്മൾ ഓക്കെ ആവും, നമ്മൾ ലീവൊക്കെ ക്യാൻസൽ ചെയ്ത് ജോലിക്ക് പോകും. വീണ്ടും എല്ലാ മാസവും ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നു. ഏകദേശം ഒരു 3000 രൂപയെ ചെലവഴിച്ചാണ് ഹോമിയോ മെഡിസിൻസ് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ യൂറിക് ആസിഡ് നമ്മൾ നിസ്സാരം അത് ക്ലിയർ ആയി എന്നുള്ളത് വിചാരിച്ച് അങ്ങനെ ഇരിക്കും. പക്ഷേ യൂറിക് ആസിഡിന്റെ ഒരു നോർമൽ വാല്യൂ എന്ന് പറയുന്നത് ഒരു 5.5 നിലനിർത്തുന്നതാണ് ഏറ്റവും. ഇപ്പൊ ചില മെഡിക്കൽ ലാബ് റിപ്പോർട്ട്സിലൊക്കെ കാണും ഒരു 5.5 ഒക്കെയാണ് നല്ലൊരു വാല്യൂ. പക്ഷെ അതിൽ കൂടുതലുള്ള വാല്യൂ ഒരു 6 ലേഡീസിനെ സംബന്ധിച്ചാണെങ്കിൽ 6 അറൗണ്ടും ജെൻസിനെ സംബന്ധിച്ചാണെങ്കിൽ 7 അറൗണ്ടും കുഴപ്പമില്ല. അതായത് ഗൗട്ട് വരത്തില്ല, നമുക്ക് ഗൗട്ട് എന്നുള്ള സ്ഥിതിവിശേഷത്തിലേക്ക് വരില്ല. എങ്കിൽ പോലും ഈ പറയുന്ന യൂറിക് ആസിഡിന്റെ ഈ 5.5 എബോവ് ആയിട്ടുള്ള ലെവൽസ് ഈ പറയുന്ന കാർഡിയാക് പ്രോബ്ലംസിന് അല്ലെങ്കിൽ ഒരു ഹാർട്ട് അറ്റാക്ക് വരെ വരുത്താൻ ശേഷിയുള്ള ഒരു അവസ്ഥാവിശേഷമാണ്. അപ്പോൾ യൂറിക് ആസിഡിന്റെ ലെവൽസ് മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ കിഡ്നിയെ സംരക്ഷിക്കുക. അപ്പൊ നമ്മുടെ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവർക്കും അറിയാം വാട്ടറിന്റെ ഇൻടേക്കിന്റെ ഇമ്പോർട്ടൻസ്, എന്തൊക്കെ അഡീഷണൽ സപ്ലിമെന്റ്സ് ആഡ് ചെയ്യണം എന്നൊക്കെ. അപ്പൊ ഇതാണ് ഇപ്പൊ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് തന്നെ. അപ്പൊ യൂറിക് ആസിഡ് ലെവൽ ഹൈ ആവാനുള്ള കാരണങ്ങളും അതിന്റെ സിംറ്റംസും അതിന്റെ ട്രീറ്റ്മെന്റുമാണ് ഈ കുഞ്ഞു സ്ലൈഡിൽ പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, നമ്മൾ ഹൈ ആയിട്ട് ഈ ജങ്ക് ഫുഡ് കാര്യങ്ങളൊക്കെ കഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഒബീസിറ്റിയിലേക്കും അതുപോലെയുള്ള അവസ്ഥയിലേക്കൊക്കെ പോയിട്ട് കിഡ്നിയിൽ ഫാറ്റ് ഒക്കെ അടിഞ്ഞിട്ട് കിഡ്നിക്ക് പ്രോപ്പർ ആയിട്ട് ഫംഗ്ഷൻ ചെയ്യാൻ പറ്റാതെ വരും. ഇപ്പൊ യൂറിക് ആസിഡ് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത് പോലെ പ്രോട്ടീനിന്റെ ഒരു പ്രോട്ടീനിന്റെ എൻഡ് പ്രോഡക്റ്റ് അല്ല. പ്രോട്ടീന്റെ ഉപാപചയ പ്രവർത്തനത്തിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു വേസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് യൂറിയാണ്. യൂറിയ അമോണിയ യൂറിക് ആസിഡ് ഇത് മൂന്നും ഉണ്ട്. പക്ഷെ നമ്മുടെ ശരീരത്തിൽ പ്രോട്ടീന്റെ ഉപാപചയ പ്രവർത്തനം നടന്നു വരുമ്പോഴേക്കും ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്നത് യൂറിയാണ്. അത് നമ്മുടെ മൂത്രത്തിലൂടെയാണ് എലിമിനേറ്റ് ചെയ്ത് കളയുന്നത്. അതുപോലെ തന്നെ ഉണ്ടാവുന്ന ഒരു വേസ്റ്റ് മെറ്റീരിയലാണ് യൂറിക് ആസിഡ്. പക്ഷെ യൂറിക് ആസിഡ് ഉണ്ടാവുന്നത് പ്യൂറിൻസ് എന്ന് പറയും. അതായത് നമ്മുടെ DNA തന്മാത്രകളിലുള്ള അഡിനീൻ, ഗ്വാനിൻ, തൈമിൻ, സൈറ്റോസിൻ എന്ന് പറയുന്ന പ്യൂറിൻ ആൻഡ് പിരമിഡിൻ സംയുക്തങ്ങളുണ്ട്. അതിൽ പ്യൂറിൻസിന്റെ ബൈ പ്രോഡക്റ്റ് അല്ലെങ്കിൽ എൻഡ് പ്രോഡക്റ്റ് ആണ്. പ്യൂറിൻസ് മെറ്റബിലൈസ് ചെയ്ത് അതിന്റെ ഏറ്റവും ലാസ്റ്റ് വരുന്ന വേസ്റ്റ് പ്രോഡക്റ്റ് ആണ് ഈ പറയുന്ന യൂറിക് ആസിഡ്. അപ്പൊ ഈ യൂറിക് ആസിഡും ശരീരത്തിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യണത് കിഡ്നി തന്നെയാണ് അത് എലിമിനേറ്റ്. അപ്പൊ ആവശ്യത്തിന് വാട്ടർ ഇൻടേക്ക് ഇല്ലെങ്കിൽ അല്ലെങ്കിൽ കിഡ്നിക്ക് എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ ഒക്കെ ഈ പറയുന്ന വിധത്തില് നമുക്ക് യൂറിക് ആസിഡ് ശരീരത്തിൽ അക്യുമുലേറ്റ് ചെയ്ത് അപ്പൊ അത് ബ്ലഡിൽ സർക്കുലേറ്റ് ചെയ്ത് കളിക്കുന്നതിന് പകരം ശരീരം ചെയ്യുന്ന ഒരു പ്രവൃത്തി എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുറ്റം അടിച്ച് അല്ലെങ്കിൽ മുറിയൊക്കെ തൂത്തുവാരി ചിലർ ആ വേസ്റ്റ് കൊണ്ട് കളയില്ല. ആ മുറിയുടെ മൂലയ്ക്കോ അല്ലെങ്കിൽ മുറ്റത്തിന്റെ ഏതെങ്കിലും മൂലയ്ക്കോ ഒക്കെ നമ്മൾ ചവറൊക്കെ കൂട്ടി വെക്കും ചിലര്. അപ്പോ അത് ഡിസ്പോസ് ചെയ്യാതെ ആയിരിക്കുന്നത് ശരിക്കും അത് ക്ലീൻ ആയതിന് അർത്ഥമില്ല. അതുപോലെ തന്നെ നമ്മുടെ ശരീരം ചെയ്യുന്ന ഒരു മെക്കാനിസം ആണ്. നമ്മുടെ ബോഡി എക്സ്ട്രീംസിൽ അല്ലെങ്കിൽ ജോയിന്റ്സിലും വിരലറ്റത്തും ഒക്കെ കൊണ്ടുപോയിട്ട് ഈ യൂറിക് ആസിഡിനെ സ്റ്റോർ ചെയ്യും. അപ്പൊ വലിയ അലട്ടൊന്നും ഇല്ലാതെ അത് അവിടെ ഇരുന്നോളുമെങ്കിലും ഈ പറയുന്ന ഈ കാലിലെ നീർവീക്കവും ജോയിന്റ് പെയിനും അല്ലെങ്കിൽ ഗൗട്ടി ആർത്രൈറ്റിസ് നടക്കാനും ഒക്കെ ഉള്ള ബുദ്ധിമുട്ടിലേക്കൊക്കെ അത് എത്തിച്ചിട്ട് ഗൗട്ടി ആർത്രൈറ്റിസ് എന്നൊരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിക്കും. അപ്പോ മരുന്നൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് ഈ ലെവൽസ് താഴ്ന്ന് നമുക്ക് അത്യാവശ്യം നടക്കാനും വേദനയൊക്കെ ഇല്ലാതാക്കാനും ഒക്കെ സാധിക്കും. പക്ഷെ എന്നാൽ ഈ ഹാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന വിധത്തിൽ ഈ ഗൗട്ടി ആർത്രൈറ്റിസ് അല്ലെങ്കിൽ യൂറിക് ആസിഡിന്റെ വാല്യൂസിനെ കൺട്രോൾ ചെയ്ത് നിർത്തേണ്ടതിന്റെ ആവശ്യകതയെ പറ്റിയാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. മറ്റു കുറച്ച് ഫാക്ടേഴ്സും കൂടെ പറയാം ഏറ്റവും ലാസ്റ്റ്. അപ്പോ ഹാർട്ട് ഹെൽത്തിനെ പ്രൊട്ടക്ട് അല്ലെങ്കിൽ ഹാർട്ട് ഹെൽത്തിനെ സഹായിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് ഈ യൂറിക് ആസിഡ് ലെവൽസ് 5.5 അതിൽ മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെങ്കിൽ അതിനോടടുത്ത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് സ്ലൈഡ് ഒന്ന് കാണിക്കാൻ പോണം. ഓക്കെ, അപ്പൊ ഇതാണ് പറഞ്ഞിരിക്കുന്നത് യൂറിക് ആസിഡിന്റെ സ്ട്രക്ചർ ആണ്. അതൊന്നും നമ്മൾ നോക്കണമെന്നില്ല. പക്ഷെ ഈ യൂറിക് ആസിഡ് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ കിഡ്നീസ് എലിമിനേറ്റ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് ഒരു എൻസൈം ഉണ്ട്. അതിനെ ഫൈനലി യൂറിക് ആസിഡ് ആക്കുന്ന ഒരു എൻസൈം ഉണ്ട് ഈ പറയുന്ന പ്യൂരിൻസിനെയൊക്കെ. അപ്പൊ ആ എൻസൈം നമ്മളുടെ ശരീരത്തിൽ കൃത്യമായിട്ട് വർക്ക് ചെയ്യില്ല. അല്ലെങ്കിൽ ഈ കിഡ്നിയിലൊക്കെ ധാരാളം ഫാറ്റും അല്ലെങ്കിൽ ക്രിസ്റ്റൽസ് എന്തെങ്കിലുമൊക്കെ ക്രിസ്റ്റൽസ് ഒക്കെ അടിഞ്ഞ് കിഡ്നി ഫംഗ്ഷൻ ആവാതെ അല്ലെ പ്രോപ്പർ വാട്ടർ ഇൻടേക്ക് ഒന്നും ഇല്ലാതെ കിഡ്നി ഫംഗ്ഷൻ ആവാതെ വരുമ്പോൾ ഈ പ്യൂരിൻസിനെ യൂറിക് ആസിഡ് എന്ന് പറയുന്ന സ്റ്റേജിലേക്ക് എത്തിക്കാൻ പറ്റില്ല. അപ്പോ ഈ യൂറിക് ആസിഡ് യൂറിക് ആസിഡിന്റെ കൂടുതലായിട്ട് അക്യുമുലേറ്റ് അല്ലെങ്കിൽ അത് യൂറിക് ആസിഡിനെ
ഡിസോൾവ് ചെയ്ത് എലിമിനേറ്റ് ചെയ്യാനായിട്ട് ബോഡിക്ക് പറ്റില്ല. അതിനിടയ്ക്ക് ഒരു എൻസൈം ഉണ്ട്, ആ എൻസൈം ഉൽപ്പാദിപ്പിക്കാൻ പറ്റില്ല. അപ്പോ നമ്മൾ മെഡിസിൻ കഴിക്കുമ്പോൾ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ ഈ പ്യൂറിൻസും യൂറിക് ആസിഡ് ആകുന്നതിന് ഇടയ്ക്ക് കുറെ കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നുണ്ട് ശരീരത്തിനുള്ളിൽ. അതിനെ സ്റ്റോപ്പ് ചെയ്യുന്ന മെഡിസിൻസ് ആണ് നമ്മൾ കഴിക്കുന്നത്. അതായത് ഇതിനെ ഇടയ്ക്ക് ഒരു രാസപദാർത്ഥം ഉണ്ടാവുന്നത് അതുവരെ ആക്കി നമ്മൾ നിർത്തും. അതായത് യൂറിക് ആസിഡ് ഉണ്ടാവാൻ അനുവദിക്കില്ല മെഡിസിൻ കഴിക്കുമ്പോൾ. ഇപ്പൊ അലോപ്പതിയിലായാലും ഹോമിയോപ്പതിയിലായാലും ആയുർവേദത്തിലായാലും എല്ലാം ഈ എൻസൈം ബ്ലോക്കേഴ്സ്. ഇപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മൾ കൊളസ്ട്രോളിന്റെ കാര്യം പറയുമ്പോൾ കൊളസ്ട്രോളിന് നമ്മൾ കഴിക്കുന്നത് സ്റ്റാറ്റിൻ ഡ്രഗ്സ് ആണ്. ഈ സ്റ്റാറ്റിൻ ഡ്രഗ്സ് എന്താണ് ചെയ്യുന്നത് കഴിഞ്ഞാൽ കൊളസ്ട്രോൾ വരെ എത്തിക്കില്ല. കൊളസ്ട്രോളിന്റെ തൊട്ടു മുന്നേയുള്ള സ്റ്റേജിൽ വന്നിട്ട് അതിനെ ബ്ലോക്ക് ആക്കും. അപ്പൊ കൊളസ്ട്രോൾ എന്ന് പറയുന്ന ഒരു പദാർത്ഥം ഉണ്ടാവില്ല. അങ്ങനെയാണ് നമ്മൾ കൊളസ്ട്രോളിനെ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുന്നത്. പക്ഷെ ഈ ഇടയ്ക്ക് ഉണ്ടാവുന്ന പദാർത്ഥത്തിന്റെ വാല്യൂസ് അബ്നോർമൽ ആവുമ്പോൾ അല്ലെങ്കിൽ അത് ശരീരത്തിൽ അടിഞ്ഞ് ഒന്നും സംഭവിച്ചില്ലെങ്കിൽ ദീർഘകാലമാകുമ്പോഴേക്കും അത് നമ്മുടെ ശരീരത്തിന് ദോഷമായിട്ട് ഭവിക്കുകയും ചെയ്യും. അപ്പൊ ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ യൂറിക് ആസിഡിന്റെ ട്രീറ്റ്മെന്റ് നമ്മൾ ചെയ്യുമ്പോൾ അതിനെ ആ യൂറിക് ആസിഡ് എന്ന സ്റ്റേജ് വരെ എത്തിക്കാതെ അതിന് തൊട്ടു മുന്നേ ഉള്ള സ്റ്റേജിൽ വെച്ചിട്ട് നമ്മൾ ബ്ലോക്ക് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ അതിനിടയ്ക്കുള്ള ഈ സബ്സ്റ്റൻസ് നമ്മുടെ ബോഡിയിൽ കാലക്രമേണ അടിഞ്ഞ് അതിനനുസരിച്ചുള്ള അവസാനം അങ്ങനെയൊക്കെയാണ് കിഡ്നി ഡാമേജ് ഒക്കെ സംഭവിക്കുന്നത്. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾക്ക് സംഭവിക്കുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ഈ എൻസൈംസിനെ ബ്ലോക്ക് ചെയ്യുന്ന സബ്സ്റ്റൻസസ് മെഡിസിൻസ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ കുറെ നാളൊക്കെ മുന്നോട്ട് പോകാം. പക്ഷെ യൂറിക് ആസിഡ് അൾട്ടിമേറ്റ്ലി നമ്മൾ ശരിയായ വിധത്തിൽ, അതായത് നമ്മുടെ വൃക്കകൾ തന്നെ അതിനെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തിയില്ലെങ്കിൽ ഉണ്ടാകാവുന്ന അവസ്ഥാവിശേഷങ്ങളെ കുറിച്ചൊക്കെയാണ് ഈ പറയുന്നത്. അപ്പോൾ യൂറിക് ആസിഡ് ഇങ്ങനെ ഹൈ ആയിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഈ വലതുവശത്ത് കാണിച്ചിരിക്കുന്നത് പോലെ ഹൈപ്പർ ടെൻഷൻ, അതുപോലെ അറിത്മിയാസ് എന്ന് പറയുന്ന അബ്നോർമൽ ഹാർട്ട് ബീറ്റ്സ് ഒക്കെ, അതുപോലെ തന്നെ കൊറോണറി ആർട്ടറി ഡിസീസ്. അതായത് ഈ യൂറിക് ആസിഡ് ബ്ലഡിൽ ഹൈ ലെവൽസ് നിൽക്കുവാണെങ്കിൽ നമ്മുടെ ബ്ലഡ് വെസൽസിന്റെ ലൈനിങ് ഒക്കെ അതിനെ ഡിസ്റപ്റ്റ് ആക്കിയിട്ട് അല്ലെങ്കിൽ ബ്ലഡ് വെസൽസിന്റെ അകത്ത് ഡാമേജ് വരുത്തിയിട്ട് കൊറോണറി ആർട്ടറി ഡിസീസും അതിനോടനുബന്ധിച്ച് ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള അവസ്ഥയിലേക്കും പിന്നീട് ബ്ലഡ് വെസൽസ് ബ്രെയിനിലേക്കുള്ള ബ്ലഡ് വെസൽസിനെയാണ് അഫക്ട് ചെയ്യുന്നതെങ്കിൽ സ്ട്രോക്ക് പോലെയുള്ള സിംറ്റംസിലേക്കും അത് എത്തിക്കും. ഇപ്പൊ യൂറിക് ആസിഡ് നിസ്സാരക്കാരനാണെന്ന് നമ്മൾ വിചാരിക്കുമെങ്കിലും ചില സിനിമകളിൽ മോഡേൺ സിനിമകളിൽ കാണുന്നത് പോലെ അത് നമ്മൾക്ക് വേണമെങ്കിൽ നമ്മൾക്ക് ഒരു സൈലന്റ് ആയിട്ടിരുന്ന ഒരു വില്ലനായിട്ട് നമ്മളിൽ ആക്ട് ചെയ്യാം. അപ്പൊ അതാണ് യൂറിക് ആസിഡ്. അടുത്ത സ്ലൈഡ് ഒന്ന് ഷെയർ ചെയ്യാമോ മാം? ഓക്കെ. മറ്റൊരു ഘടകം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഹാർട്ടിനെ സെക്കൻഡ് ഹാർട്ട് എന്ന് വിശേഷിപ്പിക്കുന്നത് നമ്മുടെ കാലിലുള്ള മസിൽസ് ആണ്. അപ്പൊ നല്ല ഹൃദയാരോഗ്യം ഉണ്ടാകാനായിട്ട് നമ്മളുടെ ഹാർട്ട് ഹെൽത്ത് വളരെ പ്രോപ്പർ ആക്കാനായിട്ട് ഓൾറെഡി നമുക്ക് ട്രഡീഷണൽ ആയിട്ട് അറിയാവുന്ന കാര്യങ്ങളെക്കാൾ ഉപരിയായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. യൂറിക് ആസിഡിനെ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുക, കൃത്യമായിട്ട് നിസ്സാരമായിട്ട് തള്ളിക്കളയാതിരിക്കുക. സൈലന്റ് ആയിട്ട് നമ്മളെ ഡാമേജ് ചെയ്യുന്ന ഒരു അവസ്ഥാവിശേഷമാണ് യൂറിക് ആസിഡ്. അതുപോലെ തന്നെ നല്ല ഹാർട്ട് നല്ല കൃത്യമായ രീതിയിൽ പമ്പ് ചെയ്യാനും അല്ലെങ്കിൽ പ്രവർത്തിക്കാനും ഒക്കെ നമ്മളുടെ കാലിലെ മസിൽസ് എപ്പോഴും നല്ല ദൃഢതയുള്ളതായിരിക്കും. അല്ലെങ്കിൽ കാഫ് മസിൽസ് എന്ന് പറയും. ഈ പണ്ട് നമ്മൾ ചെറുതിലേക്ക് കുഞ്ഞുങ്ങളായിരിക്കുമ്പോ ഒക്കെ നമുക്ക് ടീച്ചേഴ്സ് നമ്മളെ കാലിലിട്ട് അടിക്കും. ആ അടിക്കുന്ന ഭാഗമാണ് ഈ കാഫ് മസിൽ. ആ കാഫ് മസിൽ നമ്മുടെ ഹൃദയം സെക്കൻഡ് ഹാർട്ട് എന്നാണ് പറയുന്നത്, അതായത് രണ്ടാമത്തെ ഹൃദയം എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ ഹാർട്ട് ബ്ലഡ് പമ്പ് ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ ബ്ലഡ് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പമ്പ് ചെയ്യുമ്പോൾ തിരിച്ച് ഈ ബ്ലഡിനെ തിരിച്ച് ഹാർട്ടിലേക്ക് പമ്പ് ചെയ്യാനും കൂടെ സഹായിക്കുന്ന, തിരിച്ച് ഹാർട്ടിലേക്കും എത്തണം. ഡീഓക്സിനേറ്റഡ് ബ്ലഡിനെ നമുക്ക് ലങ്സിൽ ചെന്നിട്ട് അതിനെ ഓക്സിജൻ ഫിൽഡ് ആക്കാനായിട്ട് ഈ കാലിലെ മസിൽസും എല്ലാം നന്നായിട്ട് ഫങ്ഷൻ ചെയ്തിട്ടാണ് ഈ പറയുന്ന ബ്ലഡ് തിരിച്ച് പമ്പാവുന്നത്. ഹാർട്ടിലേക്കും എത്തണമല്ലോ, താഴെ നിന്ന് മേലേക്കും എത്തണം. അപ്പോൾ ഈ പറയുന്ന അവസ്ഥകളിലേക്കൊക്കെ എത്താനായിട്ട് നമ്മുടെ കാഫ് മസിൽസ് വളരെ നല്ല ആരോഗ്യത്തിൽ ഇരിക്കണം. അപ്പൊ അവിടെയാണ് നമ്മളുടെ പ്രോഗ്രാമിന്റെ വളരെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിവിടെ എല്ലാവരും വന്നിരിക്കുന്നത് വെയിറ്റ് ലോസ് ചെയ്യാൻ എന്നുള്ളൊരു ഐഡിയ മാത്രം, അല്ലെങ്കിൽ വെയിറ്റ് ഗെയിൻ അതുകൊണ്ട് മാത്രമാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഈ പ്രോസസ്സ് നടക്കുന്നതിലൂടെ തന്നെ നമ്മൾ അറിയാതെ തന്നെ നമ്മളുടെ മസിൽസ് അതുകൊണ്ടാണ് നമ്മുടെ പ്രോഗ്രാമിൽ പറയുന്നത് നമ്മൾ ഐഡിയൽ വെയിറ്റ് എത്തി ആരും സ്റ്റോപ്പ് ചെയ്ത് കളയരുത്. ഐഡിയൽ വെയിറ്റിൽ എത്തി സ്റ്റോപ്പ് ചെയ്ത് കളഞ്ഞാൽ വീണ്ടും ആ സ്പ്രിങ് കോച്ചസ് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, സ്പ്രിങ്ങിന്റെ ആ ടെൻഷൻ നമ്മൾ റിലീസ് ചെയ്തിട്ടില്ല. അപ്പൊ വീണ്ടും ആ സ്പ്രിങ് ആക്ഷൻ അവിടെ കിടക്കുവാണെങ്കിൽ വീണ്ടും
ഇതുപോലെ തന്നെ വെയിറ്റ് കൂടാൻ, അത് നമ്മൾ കാലറി തെറ്റായി കഴിച്ചു തുടങ്ങുമ്പോൾ വീണ്ടും വെയിറ്റ് കൂടാൻ ഒരു ചാൻസ് അവിടെ കിടപ്പുണ്ട്. ആ പോസിബിലിറ്റിയും കൂടെ കളഞ്ഞിട്ട് വേണം നമ്മൾ പ്രോഗ്രാം നിർത്താൻ. വെയിറ്റ് ലോസിന് വന്ന ആൾക്കാർ, ഇപ്പൊ നമ്മൾ മാരത്തോൺ ഒക്കെ റൺ ആവുന്നുണ്ട്, പിന്നെ കോച്ചസിനെ അല്ലാതെയുള്ള സ്ലിം ഫിറ്റ് ഒക്കെ ആവാനുള്ള പാരാമീറ്റേഴ്സ് എല്ലാം, അങ്ങനെ കുറെ പ്രൈസസ് നമുക്ക് കോച്ചസ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മൾ അറിയാതെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ആരോഗ്യ സംരക്ഷണമാണെന്നുള്ള കാര്യമാണ് ഞാനിവിടെ സമർപ്പിക്കുന്നത്. അതായത് നമ്മൾ ചിലപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ചിലപ്പോ നമ്മളിങ്ങനെ ഒരു പ്രൈസ് മണി കിട്ടാനൊക്കെ ആയിരിക്കും, പക്ഷെ ഇതിന്റെ എല്ലാം ഇടക്ക് കൂടെ നടന്നു പോകുന്നത് നമ്മളുടെ ഹെൽത്ത് ആണ് നമുക്ക് ഇമ്പ്രൂവ് ആകുന്നത്. അപ്പൊ ഇത് ഞാൻ ലാസ്റ്റ് പറയാനാണ് മാം. ഇത് ഇതിനിടയ്ക്ക് ഒരു പടം കൂടി ഉണ്ടാവുന്ന കാണിച്ചാൽ ജസ്റ്റ് ആ മസിൽസിന്റെ, കാലിന്റെ മസിൽസ്. ഇപ്പൊ നമ്മൾ നേരത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നമ്മളുടെ ബോഡി ഫാറ്റ് ഐഡിയൽ ആക്കി നിർത്തുന്നതിന്റെ പ്രത്യേകത. ബോഡി ഫാറ്റ് ഐഡിയൽ ആക്കി നിർത്തുന്നതിനൊപ്പം തന്നെ ഇപ്പൊ ലേഡീസിന് 20 മുതൽ 30 വരെയും ജെന്റ്സിന് 10 മുതൽ 20 വരെയും ശതമാനമാണ് ടോട്ടൽ ഫാറ്റ് വേണ്ടതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോ നമ്മൾ ഈ ഫാറ്റ് നമ്മളുടെ ഏജ് അനുസരിച്ചും ഒന്ന് കറക്റ്റ് ആക്കി വെക്കേണ്ടതുണ്ട്. അപ്പൊ ഞാനും ആ ഒരു ഉദ്യമത്തിലാണ് ഞാനും ഇപ്പോൾ. അപ്പൊ ഞാനും BTCയിലൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഫാറ്റും കൂടെ ഒന്ന് കറക്റ്റ് ആക്കി നിർത്തണം, എന്നാൽ മാത്രമേ ഞാൻ പൂർണ്ണ ആരോഗ്യവതിയായിട്ട് ഇരിക്കത്തുള്ളൂ. ബിക്കോസ് നമ്മൾ ചിലപ്പോൾ ചില കയറ്റങ്ങളൊക്കെ കയറുമ്പോൾ നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട് കയറാൻ. പഴയ ആ ഒരു യൗവന കാലഘട്ടത്തിലുള്ളത് പോലെ നമുക്ക് ഇപ്പൊ എന്റെ ഏജ് 45 ഇയേഴ്സ് ആണ്. ആ ഒരു ഇത് നമുക്ക് ഒരു എനർജിയും കാലിബറും ഒന്നും നമുക്ക് കിട്ടില്ല, നമ്മൾ ടയേർഡ് ആയി പോകുന്നു. അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ പറയുന്ന കാലിലെ മസിൽസും അല്ലെങ്കിൽ മൊത്തത്തിൽ ശരീരത്തിലെ മസിൽസും ഒന്നും അത്ര ദൃഢമായിട്ടില്ല. അതുകൊണ്ടാണ് ഫാറ്റ് കുറഞ്ഞിട്ടുണ്ട്, ഓക്കെയാണ്. വെയിറ്റ് 10-14 കിലോ കുറച്ചിട്ടുണ്ട്, അതൊക്കെ ഓക്കെയാണ്. പക്ഷെ നമ്മളുടെ ബാക്കിയുള്ള ഫാറ്റും കൂടെ കളഞ്ഞ് എനിക്ക് 25%, എന്റെ ഏജ് വെച്ചിട്ട് 25% താഴെ നിർത്തുന്നതാണ് ഏറ്റവും നല്ലത്. 30% വരെ ലേഡീസിന് പറയുമെങ്കിലും അതൊരു 50 വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്കാണ്. ഇപ്പൊ ജെന്റ്സിനും അതുപോലെ തന്നെ ഒരു 15% താഴെ നിർത്തുന്നതാണ് എപ്പോഴും ആരോഗ്യത്തിന് നല്ലത്. അപ്പൊ ഈ ഫാറ്റ് പെർസെന്റേജ് നമ്മൾ ക്രമേണ താഴേക്ക് കൊണ്ടുവരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ നമുക്ക് മസിൽ പെർസെന്റേജ് നമുക്ക് ഇൻക്രീസ് ആവുന്നുണ്ട്. ഒന്ന് കുറയ്ക്കുമ്പോൾ ഒന്ന് കൂടുന്നുണ്ടെന്ന് മാത്രമല്ല, കൂടാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണം. അപ്പൊ പ്രോട്ടീൻ നമ്മുടെ ശരീരത്ത് ഉൽപ്പാദിപ്പിക്കാൻ നമ്മൾ കഴിച്ച് നമ്മൾ അത് മസിലാക്കി കൺവേർട്ട് ചെയ്യണമെങ്കിൽ നല്ല പ്രോട്ടീൻ തന്നെ നമ്മൾ കഴിക്കണം. ഗുഡ് ക്വാളിറ്റി പ്രോട്ടീൻ നമ്മൾ ശരീരത്തിലേക്ക് കൊടുക്കണം. അപ്പൊ അതിന് ഏറ്റവും നല്ലൊരു സ്രോതസ് എന്ന് പറയുന്നത് നമ്മുടെ സോയാബീൻ പേഴ്സണലൈസ്ഡ് പ്രോട്ടീൻ പൗഡർ തന്നെയാണ്. അപ്പൊ അതൊരു എൻഡ് ഓഫ് ദി സെഷൻ നമ്മളൊരു വെയിറ്റ് ലോസ് ഒക്കെ ചെയ്ത് ഐഡിയൽ വെയിറ്റ് ആയി കഴിയുമ്പോഴേക്കും നമ്മളുടെ അടുത്ത് ഇപ്പൊ ഒരു സ്കൂപ്പ് പ്രോട്ടീൻ ആണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ നമ്മളുടെ കിഡ്നി പ്രോബ്ലംസ് അതുപോലെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഓൾറെഡി നമ്മൾ സോൾവ് ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 സ്കൂപ്പോ 3 സ്കൂപ്പോ ഒക്കെ പ്രോട്ടീൻ നമുക്ക് ആഡ് ചെയ്യാം നമ്മുടെ ഷേക്കിൽ. ബിക്കോസ് 2 സ്കൂപ്പ് പ്രോട്ടീൻ എന്ന് പറയുന്നതിനകത്ത് ആകെ 12 ഗ്രാം പ്രോട്ടീനേ വരുന്നുള്ളൂ. അപ്പൊ അതുപോലെ തന്നെ നമ്മൾക്ക് നമ്മുടെ വെയിറ്റിനനുസരിച്ചുള്ള പ്രോട്ടീൻ റിക്വയർമെന്റ് ആണ് ഡെയിലി വേണ്ടത്. അപ്പൊ നമ്മൾ ചോദിക്കും ഒന്ന് ഉച്ചയ്ക്ക് നമ്മൾ നല്ല പ്രോട്ടീനിയഷ്യസ് ആയിട്ടുള്ള ചിക്കനും മീനും ഒക്കെ ആണല്ലോ കഴിക്കുന്നതെന്ന്. അത് ശരി തന്നെ ആയിരിക്കും. പക്ഷെ ആ ഉച്ചയ്ക്ക് കഴിക്കുന്ന ഫുഡ് എന്ന് പറയുന്നത് ചിക്കൻ എന്ന് പറഞ്ഞ് നമ്മൾ കഴിക്കുമ്പോൾ അത് നമ്മൾ ചിക്കനിൽ ഓൾറെഡി വാട്ടർ ഉണ്ട്, അല്ലെങ്കിൽ ഫിഷിൽ ഓൾറെഡി വാട്ടർ ഉണ്ട്. ആ വാട്ടർ കണ്ടന്റും കൂടിയാണ് നമ്മൾ ഇപ്പൊ 100 ഗ്രാം നമ്മൾ അളന്നെടുക്കുമ്പോൾ അതിനകത്ത് എത്ര ഗ്രാം പ്രോട്ടീൻ ഉണ്ടെന്ന് പറഞ്ഞാൽ ബാക്കി വാട്ടർ കണ്ടന്റ് ആണ്. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് അതിനൊരു നിർവചനം ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് നമ്മുടെ ഷെയ്ക്കിലെ നമ്മൾ പ്രോട്ടീൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ആ ഷെയ്ക്ക് അപ്പൊ ചിലർക്ക് ഭയങ്കര ഭയമാണ് പ്രോട്ടീൻ കഴിച്ചാൽ കിഡ്നി പോകും അങ്ങനെ. അതിനേക്കാൾ ഉപരിയായിട്ട് പ്രോട്ടീൻ കഴിച്ചാൽ കിഡ്നി പോകും എന്ന് ഭയപ്പെടുന്ന ആൾക്കാർ ഒരിക്കലും 2-3 പീസ് ചിക്കൻ കഴിക്കാനൊന്നും ഭയപ്പെടുന്നില്ല. അതും പ്രോട്ടീൻ തന്നെയാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പോ നമ്മുടെ സ്കൂപ്പ് പ്രോട്ടീൻ ഒരു സ്കൂപ്പ് എടുക്കുമ്പോഴേക്കും ആൾക്കാർക്ക് ടെൻഷനാണ്. അല്ലെങ്കിൽ ഒരു സ്കൂപ്പ് പേഴ്സണലൈസ്ഡ് പ്രോട്ടീൻ പൗഡറിൽ 6 ഗ്രാം പ്രോട്ടീൻ ആണുള്ളത്. അപ്പൊ ചോദിക്കും എന്നാല് നമ്മൾക്ക് സോയാബീൻ പുറത്തുനിന്ന് കടയിൽ നിന്ന് വാങ്ങിച്ചു കഴിച്ചാൽ പോരെയെന്ന്. അവിടെയാണ് നമ്മുടെ പ്രോഡക്റ്റിന്റെ അല്ലെങ്കിൽ നമ്മുടെ പ്രോഗ്രാമിന്റെ ഇമ്പോർട്ടൻസ്. പുറത്തുനിന്ന് വാങ്ങിക്കുന്ന സോയാബീൻ മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത് കൃഷി ചെയ്തിരിക്കുന്നത് പോലെയല്ല നമ്മളുടെ സോയാബീൻ കൃഷി ചെയ്തിരിക്കുന്നത്. തികച്ചും ഓർഗാനിക് ആയ രീതിയിൽ അതിനകത്തുള്ള പെസ്റ്റിസൈഡ്സ് ഇൻസെക്ടിസൈഡ്സ് അതുപോലത്തെ കാര്യങ്ങളൊന്നും ഉപയോഗിക്കാതെ എന്നുള്ള രീതിയിൽ ഓർഗാനിക് ആയിട്ട് കൃഷി ചെയ്ത് പ്രത്യേകമായിട്ട് ഒരു കർഷകനെ ഏൽപ്പിച്ചിരിക്കുവാണ് കമ്പനി US-ൽ. അപ്പൊ അങ്ങനെയാണ് അത് വരുന്നത്. അപ്പൊ ഫ്രം സീഡ് ടു ഫീഡ് നമുക്കൊരു വീഡിയോ ഉണ്ട്, സീഡ് ടു ഫീഡ്. ആ സീഡ് മുതല് ആ വിത്ത് മുതല് നമ്മളുടെ ഫീഡ് വരെ നമ്മളുടെ പ്ലേറ്റിലേക്ക് അല്ലെ നമ്മുടെ കയ്യിലേക്ക് ഷെയ്ക്കുന്ന രീതിയിൽ നമ്മുടെ പ്രോഡക്റ്റ് എത്തുന്നത് വരെ അത്രയും ക്വാളിറ്റി ഓടെയാണ് ഓരോ ഇൻഗ്രീഡിയന്റും മാനുഫാക്ചർ ചെയ്യുന്നത് പോലും. അത് പ്രിപ്പയർ ചെയ്യുന്നതല്ല പറയുന്നത്, അത് കൃഷി ചെയ്തിരിക്കുന്നത് പോലും ആ ഒരു അത്രയും സയന്റിഫിക് ആയിട്ടാണ് നമ്മളുടെ കയ്യിലേക്ക്. അതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ പ്രോഡക്റ്റ് കൃത്യമായിട്ട് കഴിക്കുന്ന 99% ആൾക്കാരിലും അല്ലെങ്കിൽ 100% ആൾക്കാരിലും കൃത്യമായ റിസൾട്ട്സ് തരുന്നത്. അല്ലാതെ തെറ്റായിട്ട് കഴിച്ചാൽ പറഞ്ഞ പോലെ തന്നെ നന്നായിട്ട് ഷേക്കൊക്കെ കുടിച്ചിട്ട് പിന്നെ പോയിട്ട് ജങ്ക് ഫുഡൊക്കെ കഴിക്കുവാണെങ്കിൽ യാതൊരു പ്രയോജനവുമില്ല. അപ്പൊ കൃത്യമായിട്ട് കോച്ചസ് പറയുന്നത് അതുപോലെ തന്നെ ഫോളോ ചെയ്ത് വാട്ടർ ഇൻടേക്കും
ഷേക്ക് 2 ടൈം ഷേക്ക് ആണെങ്കിൽ 2 ടൈം ഷേക്കും, അതുപോലെ തന്നെ ഉച്ചയ്ക്ക് നല്ലൊരു ലഞ്ചും എക്സർസൈസും നല്ല ഗുഡ് സ്ലീപ്പും ബാക്കി അഡീഷണൽ സപ്ലിമെന്റ്സും ഒക്കെ കഴിച്ചിട്ട് നമ്മൾ നല്ല രീതിയിൽ ഒരു വെയിറ്റ് ലോസ് ചെയ്യുകയാണെങ്കിൽ കൃത്യമായ റിസൾട്ട് 100% ആൾക്കാർക്കും കിട്ടുന്നതിന്റെ റീസൺ അതാണ്. അപ്പൊ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റിയാണ് നമ്മൾക്ക് ഈ റിസൾട്ട് നമുക്ക് തരുന്നത്. അപ്പൊ എല്ലാവരും വിലയെ കുറിച്ച് തർക്കിക്കും, വില വളരെ കൂടുതലാണ് ഹെർബലൈഫ് പ്രോഡക്റ്റിന്. ഏതൊരു വസ്തുവും ക്വാളിറ്റി ഉണ്ടോ അതിന് ആ ക്വാളിറ്റി അനുസരിച്ചുള്ള പ്രൈസും ഉണ്ടായിരിക്കും. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ നമ്മൾക്കറിയാം ഗോൾഡിന്റെ പ്രൈസ് നമ്മൾ എന്താണ് ഇപ്പൊ ഒരു 2007 എന്റെയൊക്കെ മാരേജ് നടക്കുന്ന സമയത്ത് 8,000 രൂപ കൊടുത്താൽ 1 പവൻ സ്വർണം കിട്ടും. എന്നാൽ ഇന്ന് 80,000 രൂപ കൊടുക്കണം പോയിട്ട് ഗോൾഡ് നമ്മൾ ഒരു പവൻ പർച്ചേസ് ചെയ്യണമെങ്കിൽ 80,000 അല്ലേ, 80,000 രൂപ കൊടുക്കണം. 10 ഇരട്ടി വിലയായി. അപ്പോ അതെന്തുകൊണ്ടാണ്? ഗോൾഡിന് അതിൻ്റെതായ ക്വാളിറ്റി ഉണ്ട്. ഗോൾഡിന്റെ ക്വാളിറ്റി ഒരിക്കലും മാറില്ല, അതുകൊണ്ടാണ് ആ പ്രൈസ്. അതുപോലെ തന്നെയാണ് നമ്മുടെ പ്രോഡക്റ്റിന്റെ പ്രൈസ്. അപ്പൊ ചിലർക്കൊക്കെ ഒരു ഡൗട്ട് ഉണ്ട്, ഈ പ്രോഡക്റ്റ് ഇപ്പൊ എന്താണ് ഇപ്പൊ നമ്മൾ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് പോലെ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് എങ്ങനെയാന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോണിക് ഗാഡ്ജറ്റ് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ കുറെ നാൾ കഴിയുമ്പോൾ ഇപ്പൊ നമുക്കറിയാം സ്മാർട്ട് ഫോൺ, സ്മാർട്ട് TV. അപ്പൊ ആദ്യത്തെ കാലത്തൊന്നും സ്മാർട്ട് ഫോണൊന്നും എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റില്ല. 50,000 രൂപയൊക്കെ ആയിരുന്നു ഒരു സ്മാർട്ട് ഫോണിന്റെ വില. എന്നാൽ ഇന്നത്തെ കാലത്ത് നമുക്കൊരു 10,000 രൂപ അല്ലെങ്കിൽ അതിൽ താഴെയൊക്കെ ഒരു സ്മാർട്ട് ഫോൺ കിട്ടും. അതെന്താണെന്ന് വെച്ചാൽ അതൊരു ഇലക്ട്രോണിക് ഉൽപ്പന്നമാണ്, അല്ലെങ്കിൽ അതൊരു ഇലക്ട്രോണിക് ഗാഡ്ജറ്റ് ആണ്. അപ്പൊ അതൊരു ഭക്ഷ്യവസ്തു അല്ല. അപ്പൊ അതിന്റെ റിക്വയർമെന്റ് ആള് കൂടുന്നതനുസരിച്ച് അതിനെ ഉൽപാദനം കൂട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ അതുപോലെ പേറ്റന്റഡ് വസ്തുക്കളാകുമ്പോൾ 20 വർഷം കഴിഞ്ഞാൽ ആ ടെക്നോളജി മാറും. ആ ടെക്നോളജി മാറുമ്പോഴേക്കും പിന്നെ അത് ഔട്ട്ഡേറ്റഡ് ആവും. അപ്പൊ പിന്നെ അതുകൊണ്ട് നമുക്കത് വില കുറഞ്ഞു കിട്ടും. പക്ഷേ ഹെർബലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്റ്റ് അങ്ങനെ ഒരിക്കലും ആള് കൂടിയത് കൊണ്ട് വില കുറയില്ല. അതിന് വേറെ ഉദാഹരണം പറഞ്ഞുതരാം, എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പൊ സപ്പോസ് നമ്മൾ ഒരു സീസൺ, ഒരു ഫെസ്റ്റിവൽ സീസൺ, അതിനു മുന്നേ ഉള്ള നോയമ്പ് എടുക്കുന്ന ഒരു സീസൺ ഉണ്ട്. ഇപ്പോ ശബരിമല നോയമ്പ് നോൽക്കുന്ന സീസൺ, അല്ലെങ്കിൽ ഈസ്റ്ററോടനുബന്ധിച്ച് നോയമ്പ് നോൽക്കുന്ന സീസൺ, അല്ലെങ്കിൽ മറ്റു അതുപോലത്തെ വ്രതങ്ങൾ, റംസാൻ അതുപോലത്തെ വ്രതം, എന്തൊരു മതത്തിന്റെ ആയാലും ഒരു നോയമ്പ് നോൽക്കുന്ന അല്ലെങ്കിൽ ഈ നോൺ വെജ് ഐറ്റംസ് ഒഴിവാക്കിയിട്ട് നോമ്പ് നോൽക്കുന്ന ഒരു കാലഘട്ടം വരുമ്പോഴേക്കും ഈ പറയുന്ന സാധനങ്ങൾക്കെല്ലാം വില കുറയും. ആരും വാങ്ങിക്കുന്നില്ല, അതുകൊണ്ട് വില കുറയും. ഇല്ലേ? ഇപ്പൊ ശബരിമല സീസണിലൊക്കെ വരുമ്പോഴേക്കും അല്ലെങ്കിൽ ഈസ്റ്ററിന്റെ നോമ്പിന്റെ സീസണൊക്കെ വരുമ്പോഴേക്കും പ്രോഡക്റ്റിന്റെ വില കുറയും, ഈ ചിക്കന്റെ ഒക്കെ വില കുറയും. അത് കഴിഞ്ഞ് ആ ഫെസ്റ്റിവൽ അങ്ങ് തുടങ്ങിക്കോട്ടെ, അല്ലെങ്കിൽ ശബരിമല സീസൺ അങ്ങ് കഴിഞ്ഞ്, അല്ലെങ്കിൽ ആ ഫെസ്റ്റിവൽ ഡേ അതിന്റെ തൊട്ട് തലേ ദിവസം പ്രൈസ് ഭയങ്കരമായിട്ട് കൂടും. അപ്പൊ സ്കാർസിറ്റി ഓഫ് എ കമ്മോഡിറ്റി, മറ്റു ശ്രീനിവാസൻ പറഞ്ഞാല് സ്കാർസിറ്റി ഓഫ് എ കമ്മോഡിറ്റി ഓൾവേസ് ക്രിയേറ്റ് ഡിമാൻഡ്. അപ്പൊ ആള് കൂടുമ്പോ എല്ലാവർക്കും ചിക്കനും ഈ പറഞ്ഞ നോൺ വെജ്, മട്ടൻ, ബീഫും അല്ലെങ്കിൽ ഫിഷ് ഒക്കെ എത്തിക്കണം. അപ്പൊ അതിന് പ്രൈസ് കൂടും. പറഞ്ഞ പോലെയാണ് നമ്മുടെ പ്രോഡക്റ്റും. ആള് കൂടുമ്പോ പ്രൈസ് കൂടും, അത്രേ ഉള്ളൂ. അപ്പൊ അല്ലാതെ ഇപ്പൊ എന്റെ ചില കസ്റ്റമേഴ്സ് ഉണ്ട്, കുറെ ആൾക്കാരിലേക്ക് എത്തുമ്പോ പ്രൈസ് കുറയുമല്ലോ എന്ന് പറഞ്ഞിട്ടിരിക്കുന്നത്. ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. കുറെ ആൾക്കാർ കൂടുമ്പോഴേക്കും ഇനിയും പ്രൈസ് കൂടിയേ പോകുള്ളൂ. അപ്പൊ പുതിയതായിട്ട് ജോയിൻ ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ അടുത്ത വർഷം പ്രൈസ് കുറയുമെന്ന് വിചാരിക്കരുത്, അടുത്ത വർഷം പ്രൈസ് കൂടുകയോ ചെയ്തുള്ളൂ. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. അപ്പൊ നമ്മുടെ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റിയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ക്വാളിറ്റി ഉള്ള ഏതൊരു പ്രോഡക്റ്റിന്റെയും പ്രൈസ് കൂടിക്കൊണ്ടേയിരിക്കും. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. ആള് കൂടി എന്ന് പറഞ്ഞ് പ്രൈസ് കുറയാനല്ല പോകുന്നത്. ആള് കൂടുമ്പോ പ്രൈസ് കൂടി ഇനിയും കൂടിയേ പോകും. അപ്പൊ ഇപ്പൊ വന്ന ആൾക്കാർ ഇന്ന് തന്നെ ഒരു ക്ലിയർ കട്ട് ഡിസിഷൻ എടുക്കുക. ഇന്ന് ഞാൻ ജോയിൻ ചെയ്ത്, ഇന്ന് പ്രോഗ്രാം ജോയിൻ ചെയ്ത്, ഇന്ന് ഞാൻ റിസൾട്ട് എടുത്താൽ ആരോഗ്യം ഒരിക്കലും നമ്മൾക്ക് പിന്നത്തേക്ക് വെക്കേണ്ട ഒരു കാര്യമല്ല. ഇന്ന് നമ്മൾ ഹെൽത്തി ആയാൽ ഇന്നാണ് നമ്മൾക്കും നമ്മുടെ ഫാമിലിക്കും അല്ലെങ്കിൽ എല്ലാവർക്കും നമ്മുടെ സമൂഹത്തിന് തന്നെ നമ്മളെ കൊണ്ടുവരും. അല്ലെങ്കിൽ നമ്മളൊരു ബേർഡൻ ആയിരിക്കും. നോക്കൂ, നമുക്ക് ഒരു ഹെൽത്ത് ഇഷ്യൂ വരുമ്പോഴേക്കും ആദ്യമൊക്കെ എല്ലാവരും നമ്മളുമായിട്ട് സഹകരിക്കും. പിന്നെ നമ്മളെ ഒരു രോഗിയായിട്ട് അവരെ ടാഗ് ചെയ്ത് മാറ്റിയിടും. ഇല്ല, ഒരു ഫംഗ്ഷൻ വന്നപ്പോലും വയ്യല്ലോ അവിടെ ഇരുന്നോളൂ എന്ന് പറയും. അപ്പൊ ആ ഒരു അവസ്ഥാ വിശേഷത്തിലേക്ക് നമ്മളെ കൊണ്ടുപോയി എത്തിക്കാതിരിക്കുക. അപ്പൊ നമുക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്താ? നമ്മൾ ഒന്നുമില്ല, കണ്ണുകൂട്ടി 2 നേരം ഷേക്ക് കുടിക്കുക. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് നന്നായിട്ടൊരു ഹാപ്പി ആയിട്ട് നല്ലൊരു ഫുഡ് കഴിക്കാം. ലഞ്ച് നമുക്ക് ഇഷ്ടമുള്ള കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഒരു ലഞ്ച് കഴിക്കാം. അതിനിടയ്ക്ക് വാട്ടർ ഇൻടേക്ക് കറക്റ്റ് ആയിട്ട് ചെയ്യുക. കുറച്ച് സപ്ലിമെന്റ്സ് ഒക്കെ ഉണ്ട്. ആ സപ്ലിമെന്റ്സും കോച്ചസിന്റെ നിർദ്ദേശപ്രകാരം നമുക്ക് ഏതൊക്കെയാണോ കഴിക്കാൻ പറ്റുന്നത് അതൊക്കെ അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നമ്മുടെ ബഡ്ജറ്റും എല്ലാം നോക്കിയിട്ട് നമ്മൾ അത് ഇൻക്ലൂഡ് ചെയ്ത് നമ്മൾ കഴിക്കാം. ഇത്രേ ഉള്ളൂ, നമ്മൾ വെയിറ്റ് ലോസ് ആയി. അപ്പൊ ഈ വെയിറ്റ് ലോസ് നമ്മൾ ചെയ്യുന്ന പ്രോസസ്സിൽ അല്ലെങ്കിൽ നമ്മൾ ഫാറ്റ് കറക്റ്റ് ആക്കുന്ന പ്രോസസ്സിൽ നമ്മൾ ഓവറോൾ നമ്മുടെ ശരീരം മൊത്തമാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മളുടെ ബോഡി ഫാറ്റ് നമ്മൾ കുറയ്ക്കുമ്പോൾ ഈ പറഞ്ഞ കാഫ് മസിൽസ്, ഇപ്പൊ ഞാൻ പറഞ്ഞു വന്ന പോയിന്റിലേക്ക് വീണ്ടും വരുവാണ്. നമ്മുടെ ഹാർട്ട് ഹെൽത്തിനെ അല്ലെങ്കിൽ ഹാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഹാർട്ട് പ്രോപ്പർ ആണ് എന്ന് ഒരാളെ അസസ് ചെയ്യാൻ പറ്റിയ മറ്റൊരു പാരാമീറ്റർ ആണ് നമ്മുടെ കാഫ് മസിൽസ്, അല്ലെങ്കിൽ നമ്മുടെ കാലിലെ മസിൽസ് നല്ല പ്രോപ്പർ ആയിരിക്കുന്നത്. അതെങ്ങനെ നോക്കാം? ഇപ്പൊ ഇന്ന് ക്ലബിൽ ഇരിക്കുന്ന ആൾക്കാരെല്ലാവരും ഇന്ന് തന്നെ നിങ്ങൾക്ക് അത് ചെയ്യാം. അതിന് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നിങ്ങൾക്ക് അവിടെ കരട സ്കാനർ ഉണ്ട്, കോച്ചസിനോട് പറഞ്ഞിട്ട് സ്കാനറിൽ നിങ്ങൾ കയറുന്നിട്ട് നിങ്ങളുടെ ടോട്ടൽ ഫാറ്റും കാര്യങ്ങളൊക്കെ പരിശോധിക്കുക.
എല്ലാ പാരാമീറ്റേഴ്സും പരിശോധന ശേഷം കട സ്കാനറിൽ ഏരിയ എന്ന് പറഞ്ഞ ഒരു ബട്ടൺ ഉണ്ട്. ഈ ഏരിയ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അപ്പൊ കോച്ചിന് അതറിയാം, കോച്ച് അത് ചെയ്തുതരും. ഏരിയ പ്രസ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ ഏരിയയിൽ അപ്പൊ നമ്മളുടെ ആംസിലുള്ള ഫാറ്റും മസിലും, അതുപോലെ നമ്മുടെ ട്രങ്ക്, അത് കയ്യും കാലും ഒഴിച്ചിട്ടുള്ള ഉടലിന്റെ ഭാഗം, ഉടലിലുള്ള ഫാറ്റിന്റെയും മസിലിന്റെയും പെർസെന്റേജ്, ആ റേഷ്യോ, അത് കഴിഞ്ഞ് കാലിലുള്ള മസിലിന്റെ പെർസെന്റേജ്, ഇത് എങ്ങനെയാണെന്ന് ഇന്ന് തന്നെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പോകാം. അപ്പൊ എപ്പോഴും കാലിലെ മസിൽസ്, ഇപ്പൊ ലേഡീസിനൊക്കെ ആണെങ്കിൽ ഉടലിൽ ചിലപ്പോൾ ഫാറ്റ് ഇച്ചിരി കൂടുതലായിരിക്കും. നമ്മൾക്ക് ബ്രസ്റ്റും ഒക്കെ വയറൊക്കെ ശരിക്കും ലിപിഡ് അക്യൂമുലേറ്റ് ചെയ്യല്ല, ഫാറ്റ് അക്യൂമുലേറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് മസ്കുലർ അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഫാറ്റ് പെർസെന്റേജ് ഇച്ചിരി കൂടുതലായിരിക്കാം. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ കാലിലെ ഫാറ്റ് പെർസെന്റേജ് കറക്റ്റ് ആണ്. അതായത് മസില് കാലിലെ മസില് ഫാറ്റിനോട് അടുത്ത് അല്ലെങ്കിൽ ഫാറ്റിനോട് കൂടുതലുണ്ടെന്ന് നമ്മൾ ഉറപ്പാക്കുക. അപ്പൊ എല്ലാവരും അതൊന്ന് ചെക്ക് ചെയ്യാനായിട്ട് അവനവന്റെ ഹെൽത്ത് ചെക്ക് ചെയ്യുക എന്നുള്ളത് അവനവന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പൊ ഈ ഏരിയ എന്ന് പറഞ്ഞ ബട്ടൺ പ്രസ് ചെയ്തിട്ട് നമ്മളുടെ ശരീരത്തില്, ഓഫ്കോഴ്സ് ഐഡിയൽ വെയിറ്റ് ആണെങ്കിൽ പോലും ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഈ പാരാമീറ്റേഴ്സ് ഇച്ചിരി ഒരു ഷഫിൾഡ് ആയിരിക്കും. മസ്കുലർ ആണോ, ഈ പറയുന്ന കൈ എത്രമാത്രം മസ്കുലർ ആണ്, നമ്മുടെ ട്രങ്ക് എത്രമാത്രം മസ്കുലർ ആണ്, കാലുകൾ എത്രമാത്രം മസ്കുലർ ആണ് എന്ന് ഇന്ന് തന്നെ ചെക്ക് ചെയ്തിട്ട് പോവുക. അപ്പൊ അത് അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെയും കൂടെ ഐഡിയൽ വെയിറ്റ് എന്നതിനേക്കാൾ ഉപരിയായിട്ട് അതും കൂടെ ഒന്ന് കറക്റ്റ് ആക്കേണ്ട ഒരു ബാധ്യത നമ്മളുടെയാണ്. അപ്പൊ അതും കൂടെ ഒന്ന് കറക്റ്റ് ചെയ്യുക. അപ്പൊ ഐഡിയൽ വെയിറ്റ് ആയി അല്ലെങ്കിൽ ഇത്ര വെയിറ്റ് കുറച്ചു പ്രൈസ് മേടിക്കുക എന്ന് മാത്രമല്ല നമ്മുടെ ലക്ഷ്യം. മുന്നോട്ട് നമ്മളുടെ ലൈഫ് ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ, വേറൊരാൾക്ക് ബാധ്യത, കുടുംബത്തിൽ മറ്റൊരാൾക്ക് ബാധ്യതയാവാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ എങ്ങനെ നമ്മുടെ പ്രോഗ്രാം മാക്സിമം ബെനിഫിറ്റ് ആക്കാമോ അത് മാക്സിമം ബെനിഫിറ്റ് ആക്കുക തന്നെ ചെയ്യണം. അപ്പൊ അതാണ് കാർഡിയാക് അല്ലെങ്കിൽ ഹാർട്ട് മസിൽസിന്റെ. അപ്പൊ നമ്മുടെ പ്രോഗ്രാമിൽ ഇതുപോലെ തന്നെ ഹാർട്ട് ഹെൽത്തിനെ, ആ ഒരു സ്ലൈഡ് ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ടിട്ടുണ്ട്. കാർഡിയാക് ഹെൽത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന മറ്റു കുറച്ച് പ്രോഡക്ട്സ് നമുക്കറിയാം. ഇപ്പൊ നമ്മൾ കഴിക്കുന്നത് നമ്മുടെ 2 ടൈം ഷേക്ക്, ഫ്രഷ്, അതുപോലെ തന്നെ മറ്റു സപ്ലിമെന്റ്സ് എല്ലാം നമ്മൾ, അതായത് മൾട്ടിവിറ്റാമിൻ, omega-3 ഇതുപോലെയുള്ള ഇതിനകത്ത് ഹാർട്ട് ഹെൽത്തിൽ പെട്ട ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് omega-3. ഇതെല്ലാം നമ്മൾ കഴിക്കുന്നുണ്ട്. അപ്പൊ പ്രത്യേകമായിട്ട് ഹാർട്ട് ഹെൽത്തിനെ അല്ലെങ്കിൽ കാർഡിയാക് ഹെൽത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു അല്ലെങ്കിൽ ഹാർട്ട് ഹെൽത്തിന് കമ്പനി നമ്മൾക്ക് വേണ്ടി സജസ്റ്റ് ചെയ്യുന്ന പ്രോഡക്ട്സ് ആണ് ഇത് മൂന്നും. അതായത് ഏറ്റവും ആദ്യത്തേത് ബീറ്റ ഹാർട്ട്, അതുപോലെ തന്നെ omega-3 ഫാറ്റി ആസിഡ് അടങ്ങിയ ഹെർബ ലൈഫ് ലൈൻ ടാബ്ലറ്റ്സ്, മത്സ്യത്തിൽ നിന്നാണ് അത് എടുക്കുന്നത്. പിന്നീടുള്ളത് നൈറ്റ് വർക്ക്സ്. അപ്പൊ നമ്മളുടെ, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പൊ ഒത്തിരി യങ്സ്റ്റേഴ്സ്, സെലിബ്രിറ്റീസ് ഒക്കെ വളരെ യങ് ഏജില് ഇപ്പൊ ജിമ്മിലൊക്കെ പോയിട്ട് നല്ല സ്ലിം ഫിറ്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ മരണപ്പെട്ടിട്ടുള്ള പല വാർത്തകളും സങ്കടകരമായ കുറെ ന്യൂസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിന്റെയൊക്കെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ നൈട്രിക് ഓക്സൈഡ്. അപ്പൊ നമ്മുടെ ശരീരത്തില് രാത്രി കാലങ്ങളിൽ നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് വെസൽസ് ഒക്കെ ഡയലേറ്റ് ചെയ്ത് നിർത്തി, വികസിപ്പിച്ച് നിർത്തി നല്ല രീതിയിൽ ഫങ്ഷൻ ചെയ്യാനായിട്ട്, ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ നന്നായിട്ട് ഫങ്ഷൻ ചെയ്യാനായിട്ട് നൈട്രിക് ഓക്സൈഡ് എന്ന് പറയുന്ന ഒരു ഹോർമോൺ ആണ്. ശരിക്കും അതൊരു ഗേഷ്യസ് ഹോർമോൺ ആണ്. അത് നമ്മുടെ ശരീരം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പൊ വളരെ യങ് ആയിട്ടുള്ള ഇൻഡിവിജ്വലിൽ അതിന്റെ തോത് താരതമ്യേന കൂടുതലായിരിക്കും. എന്നാൽ അതായത് ഒരു 10-25 വയസ്സൊക്കെ ആവുമ്പോൾ നമ്മൾക്ക് അത് നന്നായിട്ട് നമ്മുടെ ശരീരം ഉൽപ്പാദിപ്പിക്കും. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ അടങ്ങിയ പ്രോട്ടീനില് ആർജിനിൻ എന്ന് പറയുന്ന ഒരു അമിനോ ആസിഡ് ഉണ്ട്. ഇനി അത് നമ്മളുടെ ശരീരത്തിൽ ആർജിനിൻ നമ്മൾ കഴിക്കുമ്പോൾ കിട്ടിയില്ലെങ്കിലും നമ്മളുടെ ഈ യൂറിയ സൈക്കിൾ എന്ന് പറയും, പ്രോട്ടീനിന്റെ ഉപാപചയ പ്രവർത്തനത്തിൽ അത് യൂറിയ ആകുന്ന ആ പ്രക്രിയയുടെ ഇടയ്ക്ക് ആർജിനിൻ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെയും ശരീരത്തിൽ ആർജിനിൻ ഉണ്ടായിക്കൊള്ളും. അപ്പോൾ അന്നേരവും നമുക്ക് ഈ നൈട്രിക് ആസിഡ്, ആർജിനിൽ നിന്ന് നൈട്രിക് ആസിഡ് ശരീരം ഉൽപ്പാദിപ്പിക്കും. അതൊക്കെ വളരെ യങ് ഏജിൽ, അതായത് ഒരു 25 വയസ്സ് 10-25 വയസ്സുള്ള ഒരു യുവതി യുവാവിലൊക്കെയാണ് അങ്ങനെയൊക്കെ നടക്കുന്നത്. പക്ഷെ കാലമേറെ കടന്നു പോകുമ്പോൾ നമ്മൾ പ്രായത്തിലേക്ക് 30-30കളിൽ കഴിഞ്ഞ് അങ്ങ് പോകുമ്പോഴേക്കും നമ്മുടെ ശരീരത്തിന് ഇതുപോലെ ഈ ആർജിനിൽ നിന്ന്, നമ്മൾ കഴിച്ച ഫുഡിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ ശരീരം സ്വാഭാവികമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ആർജിനിൽ നിന്നോ ഈ പറയുന്ന നൈട്രിക് ഓക്സൈഡ് ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷി ശരീരത്തിന് നഷ്ടപ്പെടും. അപ്പോൾ ഈ ഒരു അവസ്ഥാവിശേഷം ശരീരത്തിന് ഉണ്ടാവണമെങ്കിൽ നമുക്ക് നല്ല ഗുഡ് ന്യൂട്രീഷൻ വേണം. അതുപോലെ തന്നെ നമ്മുടെ കിഡ്നിയും അതുപോലെയുള്ള അവയവങ്ങളൊക്കെ നല്ല പ്രോപ്പർ ഫങ്ഷനിങ് ആയിരിക്കണം. അങ്ങനെയുള്ള സ്ലിം ഒന്നും അല്ലെങ്കിൽ പോലും അത്യാവശ്യം ഫാറ്റ് ഒന്നും ഇല്ലാതെ നന്നായിട്ട് ആക്റ്റീവായിട്ട് എനർജറ്റിക് ആയിട്ട് പണിയൊക്കെ എടുത്ത് നടക്കുന്ന ഒരാളാണെങ്കിൽ ഈ പറയുന്ന അവസ്ഥയൊന്നും ഇല്ലാതെ മുന്നോട്ട് പൊക്കോളും. പക്ഷേ ഈ പറയുന്ന ഇപ്പോഴത്തെ ജനറേഷൻ, ഞാൻ ഉൾപ്പെടെയുള്ള ഇപ്പോഴത്തെ ജനറേഷൻ, ആ ഒരു സെഡൻഡറി ലൈഫിൽ പോകുന്ന ആ ഒരു ജനറേഷൻ, ഇങ്ങനെയൊക്കെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഈ പറയുന്ന നൈട്രിക് ഓക്സൈഡ് എന്ന് പറയുന്ന ഒരു രാസവസ്തു ഉൽപ്പാദിപ്പിക്കാതെ വരും. അപ്പൊ അങ്ങനെ ഉള്ള ഒരു അവസ്ഥാവിശേഷത്തിൽ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കമ്പനി സയന്റിസ്റ്റുമാർ നമുക്ക് വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നൈട്രിക് ഓക്സൈഡ് ഉൽപ്പാദിപ്പിക്കാൻ ഉതകുന്ന നൈറ്റ് വർക്ക്സ് എന്ന് പറയുന്ന ഒരു സപ്ലിമെന്റ്.
നൈറ്റ് വർക്ക്സ് എന്ന് പറയുന്നത് നമ്മുടെ സയന്റിഫിക് ടീമില് ന്യൂട്രീഷൻ അഡ്വൈസറി ബോർഡില് സയന്റിസ്റ്റുമാരില് എന്താണ് നോബൽ പ്രൈസ് വിന്നർ ആയിട്ടുള്ള നോബൽ പ്രൈസ് 1998 നോബൽ പ്രൈസ് വിന്നർ ആയിട്ടുള്ള, നിങ്ങൾ നെറ്റിൽ അടിച്ചു നോക്കിയാൽ കാണാൻ പറ്റും. 1998 നോബൽ പ്രൈസ് ഇൻ മെഡിസിൻ ആരാണെന്ന് നോക്കിയാൽ മതി. നോബൽ അതായത് മെഡിസിനിലെ അല്ലെങ്കിൽ മെഡിസിൻ ആൻഡ് ഫിസിയോളജിയിൽ ആരോഗ്യ രംഗത്ത് അല്ലെങ്കിൽ വൈദ്യശാസ്ത്ര രംഗത്ത് നോബൽ പ്രൈസ് സമ്മാനിതനായ വ്യക്തി ആരെന്ന് നോക്കിയാൽ മതി. അദ്ദേഹത്തിന്റെ പേരാണ് ലൂയി ജി ഇഗ്നാരോ. അപ്പൊ ഈ ലൂയി ജി ഇഗ്നാരോ എന്ന് പറയുന്ന ആ ഒരു മഹത് വ്യക്തി അദ്ദേഹം എപ്പോഴും ജീവിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ 40 വർഷത്തെ ഗവേഷണം. അപ്പൊ അദ്ദേഹമാണ് ഈ നൈട്രിക് ഓക്സൈഡ് എന്ന് പറഞ്ഞ ഒരു രാസവസ്തു നമ്മുടെ ശരീരം ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെന്നും അത് നമ്മുടെ ശരീരത്തിൽ എങ്ങനെയൊക്കെ ആക്ട് ചെയ്താണ് നമ്മളുടെ ബ്ലഡ് വെസൽസിനെയൊക്കെ ഡൈലേറ്റ് ചെയ്ത് നിർത്തി രാത്രി കാലങ്ങളിലോട്ട് ഉള്ള അറ്റാക്കിനെ പ്രിവെന്റ് ചെയ്യുന്നതും എന്ന് ഗവേഷണം ചെയ്ത് അദ്ദേഹത്തിന്റെ ഗവേഷണ ഫലങ്ങൾ അദ്ദേഹം സമർപ്പിച്ചതിന് വഴിയായിട്ട് അദ്ദേഹത്തിന് നോബൽ പ്രൈസ് ആണ് സമ്മാനമായിട്ട് കിട്ടിയത്. അപ്പൊ നോബൽ പ്രൈസിന്റെ തുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വലിയ തുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സയന്റിസ്റ്റ് അദ്ദേഹത്തിന്റെ 40 വർഷത്തെ അദ്ദേഹം ഫാർമസ്യൂട്ടിക്കൽ പ്രൊഫസറും കൂടിയായിരുന്നു പോരാത്തതിന്. ആ ഫാർമസ്യൂട്ടിക്കൽ പ്രൊഫസറുമായിട്ടുള്ള ഒരു സയന്റിസ്റ്റ് അദ്ദേഹത്തിന്റെ ഫൈൻഡിങ്സ് ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിക്കല്ല കോൺട്രാക്ട് കൊടുത്തത്, അല്ലെങ്കിൽ ഒരു ഗുളിക രൂപത്തിൽ ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള രീതിയിലല്ല അദ്ദേഹം ഇത് ജനങ്ങളിലേക്ക് എത്തിച്ചത്. അദ്ദേഹം ഹെർബലൈഫ് കമ്പനിയിലാണ് അദ്ദേഹത്തിന്റെ അസൈൻമെന്റ് സൈൻ ചെയ്തിട്ട് അദ്ദേഹം നൈറ്റ് വർക്ക്സ് എന്ന് പറഞ്ഞ ഈ പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്ത് ഒരു ഫുഡ് എന്ന രീതിയിൽ, ഒരു മെഡിസിൻ അല്ല, ഒരു ഫുഡ് സപ്ലിമെന്റ് എന്ന രീതിയിലാണ് അദ്ദേഹം നമ്മളിലേക്ക് ലോകത്തെമ്പാടുമുള്ള ജനങ്ങളിലേക്ക് അദ്ദേഹം എത്തിച്ചത്. അപ്പൊ ഈ നൈറ്റ് വർക്ക്സ് എന്ന് പറയുന്നത്, അതായത് നോബൽ പ്രൈസ് വിന്നർ ആയിട്ടുള്ള ഒരു സയന്റിസ്റ്റ് ആണ് അദ്ദേഹം. അപ്പൊ 1998 അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടുമ്പോൾ എന്റെ പ്രായം 18 വയസ്സാണ്. ഇട്ടും പൊട്ടും തിരിയാത്തൊരു പ്രായം, വെറുതെ ഓടിക്കളിച്ച് നടക്കുന്ന ഒരു പ്രായമാണ്. പിന്നെ എന്റെ വയസ്സ് 45 വയസ്സാണ്. അപ്പൊ ഇത്രയും വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഇത് അല്ലെങ്കിൽ 41ാമത്തെ വയസ്സിൽ നമ്മുടെ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുമ്പോഴാണ് ഇങ്ങനെയൊക്കെ നമുക്ക് ഹാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്താമെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾക്ക് എന്താണ്, നമുക്കറിയില്ല ഹാർട്ടിനെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും എന്റെ ഫാദർ ഇപ്പൊ മരിച്ചുപോയി, 2016 മരിച്ചുപോയി. അദ്ദേഹം കാർഡിയാക് പ്രോബ്ലംസ് ആയിട്ടാണ് അദ്ദേഹത്തിന് ഹെൽത്ത് ബ്രേക്ക് ഡൗൺ ആയി തുടങ്ങിയത്. ഞാൻ ഇപ്പൊ 18 വയസ്സിന്റെ കാര്യം പറഞ്ഞാൽ ഞാനൊരു 20-21 വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹത്തിന് ആദ്യത്തെ കാർഡിയാക് അറസ്റ്റ് വരുന്നത്. ആ കാർഡിയാക് അറസ്റ്റ് വന്ന് അതിനോടനുബന്ധിച്ചുള്ള ജീവിതശൈലി, അതായത് ഒരു ഹോസ്പിറ്റൽ വിസിറ്റോടെയുള്ള ജീവിതശൈലി, ആൻജിയോഗ്രാഫി ആയി, ആൻജിയോപ്ലാസ്റ്റി ആയി, സ്റ്റെന്റ് ആയി, അതിനനുസരിച്ചുള്ള മെഡിസിൻസ്, ബ്ലഡ് ക്ലോട്ട് ചെയ്യാതിരിക്കാനുള്ള മെഡിസിൻസ്, ഇങ്ങനെയൊക്കെ കഴിച്ച് എന്താണ് ഡയറ്റിൽ വരുത്തേണ്ട ക്രമീകരണങ്ങളെന്നോ അല്ലെങ്കിൽ ഡെയിലി എക്സർസൈസിലോ അല്ലെ വാട്ടർ ഇൻടേക്കോ എന്താണ് നമ്മളെ ശരീരം പ്രൊട്ടക്ട് ചെയ്യാൻ നമ്മൾ സ്വന്തമായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ ഏറ്റവും ലാസ്റ്റ് പോയിട്ട് ഹോസ്പിറ്റലിലെ ബെഡില് അഭയം പ്രാപിക്കുന്ന ഒരവസ്ഥയിലൂടെയാണ് എന്റെ ഫാമിലി കടന്നു പോയിട്ടുള്ളത്, അല്ലെങ്കിൽ എന്റെ പാരന്റ്സ് കടന്നു പോയിട്ടുള്ളത്, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഇവിടെ ഹസ്ബൻഡിന്റെ പാരന്റ്സും ഒക്കെ അങ്ങനെയൊക്കെ ഉള്ള ഡയബറ്റിക് ആയിരുന്നു. ഇവിടുത്തെ എന്റെ പാരന്റ്സിൻലോ രണ്ടുപേരും ഡയബറ്റീസ് ആയിരുന്നു. ഇപ്പൊ ഒരാൾ പാൻക്രിയാറ്റിക് ക്യാൻസർ വന്നിട്ടാണ് മരിച്ചത്, ഫാദറിൻലോ ഓൾറെഡി ഏജ്ഡ് ആയിട്ടാണ് മരിച്ചതെങ്കിലും ഈ ഡയബറ്റീസ് എന്ന് പറയുന്ന ഇഷ്യൂ ഇത്രയും വർഷങ്ങളോളം മുന്നോട്ട് കൊണ്ടുപോയി ആണ് അദ്ദേഹവും അതിനോടനുബന്ധിച്ച് കാലില് എന്താണ് വ്രണങ്ങളൊക്കെ വന്നിട്ട് പിന്നെ അത് ഇൻഫെക്ഷൻ ആയിട്ടാണ് പിന്നെ ബെഡ് റിഡൺ ആയി പോയിട്ടാണ് പിന്നെ അദ്ദേഹം മരണപ്പെടുന്നത്. അപ്പൊ എന്റെ ഫാദർ ഇതുപോലെ തന്നെ ഏറ്റവും ലാസ്റ്റ് ഇതുപോലെ തന്നെ എന്താണ് നമ്മൾ ധാരാളം മെഡിസിൻസും ഒക്കെ കഴിച്ച് നമ്മളുടെ എല്ലാ അവയവങ്ങളെയും ഒരു ഘട്ടത്തിൽ നിന്ന് അടുത്ത ഘട്ടത്തിലേക്ക് ഇതുപോലെ തന്നെ നമ്മൾ അതിനെ ഡാമേജ് ആക്കിയാണ് മുന്നോട്ട് പോകുന്നത്. കാര്യം ശരി തന്നെ, നമ്മുടെ വൈദ്യശാസ്ത്രത്തിൽ പുരോഗമിച്ചിട്ടുണ്ട്, നമ്മുടെ കേരളത്തിലെ ആരോഗ്യ മേഖല അത്രയധികം പുരോഗമിച്ചിട്ടുണ്ട്, ഫെസിലിറ്റീസ് ഇവിടെയുണ്ട്, എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. ഇനി സർക്കാർ മേഖലയിൽ ഇപ്പൊ പറഞ്ഞ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും പ്രൈവറ്റ് മേഖലയിൽ അതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. അപ്പൊ പുറത്തുനിന്നുള്ള ആൾക്കാർ ധാരാളം ഇവിടെ ഈ ട്രീറ്റ്മെന്റിനൊക്കെ വരുന്നുണ്ട്. ചികിത്സാ ചെലവ് കൂടുതൽ ആയാലും നമ്മുടെ നാട്ടിലെ വിദഗ്ധമായ ചികിത്സാ രീതികളൊക്കെ ഉള്ളത് കൊണ്ടും ആരോഗ്യ മേഖല അത്രയും ഡിപ്പെൻഡ് ചെയ്യാവുന്നത് കൊണ്ട് ഒത്തിരി ട്രീറ്റ്മെന്റ് ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷെ നമുക്കറിയുന്നില്ല നമ്മൾ എങ്ങനെ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയെന്ന് നമ്മൾക്ക് അറിയാത്തത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ ട്രീറ്റ്മെന്റേ നമുക്ക് ഒരു വഴിയുള്ളൂ എന്ന് പറഞ്ഞ് നമ്മൾ പോകുന്നത്. അപ്പൊ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നൊരു ആസ്പെക്ട് ആണ് നമ്മുടെ കോച്ചസ് നമ്മളിവിടെ പഠിപ്പിച്ചു തരുന്നത്. ഇപ്പൊ ഞാൻ ഒരിക്കലും ഇനി എന്റെ ഈ പറയുന്ന പ്രോഗ്രാമിൽ ജോയിൻ ചെയ്ത് ഞാൻ ഹെൽത്ത് റിസൾട്ട് എടുത്തിട്ടുള്ള ഞാൻ ഒരിക്കലും സ്വയം അല്ലെങ്കിൽ എന്റെ ഒരു ജനറേഷനെ ഞാൻ ഒരിക്കലും ഇതുപോലെ ഹോസ്പിറ്റൽ ലൈഫിലേക്ക് പോകാനുള്ള ഒരു അവസ്ഥയിലേക്ക് ഞാൻ എത്തിക്കില്ല. അത് ഞാൻ പൂർണ്ണമായും കോൺഫിഡന്റ് ആണ്. അപ്പൊ എനിക്കറിയാം എങ്ങനെ നമ്മളുടെ ഹാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തണം എന്നും അല്ലെങ്കിൽ നമ്മുടെ കിഡ്നീസിനെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തണം അല്ലെങ്കിൽ ലിവറിനെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് ഞാൻ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അതിന് വേണ്ട സപ്ലിമെന്റ്സ് എന്തൊക്കെയാ, അതിന് വേണ്ട പ്രോഡക്ട്സ് എന്തൊക്കെയെന്ന് ഞാൻ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അപ്പൊ ചിലർ ഇവിടെ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തിരിക്കുന്നത് ജസ്റ്റ് വെയിറ്റ് ലോസ് ചെയ്ത് നമുക്ക് പോകാം എന്നുള്ളൊരു ഐഡിയയിലായിരിക്കും. പക്ഷെ ലൈഫ് ലോങ് നമുക്ക് എങ്ങനെ നമ്മുടെ
അവയവങ്ങളെയൊക്കെ പ്രൊട്ടക്ട്. അപ്പൊ എല്ലാരും ചോദിക്കും നമ്മൾക്ക് ഇതൊക്കെ നമുക്ക് സാധാരണ വൈറ്റമിനും മിനറലും ഒക്കെ പച്ചക്കറിയിലും അതിലും ഒക്കെ ഉണ്ടല്ലോ, നമുക്ക് അതൊക്കെ എടുത്ത് കഴിച്ചാൽ പോരെ എന്ന് ചോദിച്ചു. ശരിയാണ്, അതെല്ലാം ശരി തന്നെയാണ്. പക്ഷെ നമുക്ക് എന്താണ് അറിയാത്തത്? നമുക്ക് ഇതിന്റെ അളവാണ് അറിയാത്തത്. നമുക്ക് ഡെയിലി നമ്മുടെ ശരീരത്തിന് വേണ്ട കൃത്യമായ അളവ് എത്രയാണെന്ന് നമുക്കറിയില്ല. നമുക്ക് ചെറുനാരങ്ങയിൽ വൈറ്റമിൻ സി ഉണ്ടെന്നറിയാം. കോവിഡ് സീസൺ ആയപ്പോൾ എല്ലാവരും വൈറ്റമിൻ സിന്റെ പുറകെ പോയി. നെല്ലിക്കയിൽ വൈറ്റമിൻ സി ഉണ്ടെന്നറിയാം. ഇതെല്ലാം നമുക്കറിയാം. പക്ഷെ ഇതിന്റെ കൃത്യമായ അളവ് ശരീരത്തിന് ഒരു ദിവസം എന്നുള്ള കണക്കും കൂടിയല്ല കമ്പനി ഡിസൈൻ, ഒരു നേരം വേണ്ട അളവാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കാര്യം നമ്മൾ ഒരു ദിവസത്തെ എപ്പോഴെങ്കിലും വൈകുന്നേരം ഒരു നേരത്തെ ഒരു ഒറ്റടിക്ക് കഴിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ആ 3 നേരം ഇപ്പൊ ഞാൻ പറയാം, നമ്മളുടെ എന്താണ് വന്യമൃഗങ്ങളൊക്കെ അവരുടെ ആമാശയം ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്താണ് മലമ്പാമ്പൊക്കെ ഇരവഴങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു 1-2 മാസത്തോളം അവർ ആഹാരം കഴിക്കില്ല. ബിക്കോസ് അവരുടെ ആമാശയം അങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അവർക്ക് അത് മതി, കുറച്ച് നാൾ അങ്ങനെ ഇരുന്നിട്ട് പിന്നെ അവരുടെ ആ എനർജി അതിൽ നിന്ന് അവർ ഡിറൈവ് ചെയ്തോളൂ. വന്യമൃഗങ്ങളായാലും ഇപ്പൊ സിംഹമൊക്കെ കാട്ടിൽ വേട്ടയാടിയിട്ട് ഒരു മാനിനെയൊക്കെ തിന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് മതി. പിന്നെ 3-4 ദിവസത്തേക്ക് അവർ ഹണ്ടിങ്ങിന് ഇറങ്ങില്ല. അവർക്ക് പിന്നീട് അതിന് ആഹാരത്തിന് ആവശ്യമില്ല. അപ്പൊ ആ സിംഹം ഒരു മാനിനെ ഭക്ഷിച്ചിട്ട് അവിടെ കിടക്കുവാണെങ്കിൽ അതിന്റെ ചുറ്റും മറ്റു മാനികളൊക്കെ ധൈര്യമായിട്ട് കിടന്നോളും. ബിക്കോസ് അവർക്കറിയാം ഇനി ഇതിനെ എന്നെ പിടിക്കില്ല എന്നറിയാം. അപ്പൊ അവരുടെ ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ അവരുടെ ആഹാര രീതി എന്ന് പറയുന്നത് അങ്ങനെയാണ്. 3-4 ദിവസം കൂടുമ്പോൾ ആഹാരം കഴിച്ചാൽ മതി. എന്നാൽ മനുഷ്യന്റെ ആമാശയം അങ്ങനെയുള്ള ഡിസൈൻ ചെയ്യുക. ഒരു നേരം കഴിച്ചിട്ട് നമ്മൾ വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുമ്പോൾ ഒരു നേരം ആഹാരം കഴിച്ചാൽ മതി വിചാരിക്കും. അപ്പൊ നമ്മൾ അങ്ങനെ ഡിസൈൻഡ് അല്ല നമ്മുടെ അവയവങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ആമാശയം അങ്ങനെയല്ല ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കൃത്യമായ അളവിൽ ഇപ്പൊ 3 നേരം മിനിമം 3 നേരം ആഹാരം. എന്താണ് ആഹാരം 3 നേരം ആഹാരം കഴിക്കുന്നവൻ, 4 നേരം കഴിക്കുന്നവൻ രോഗി, 3 നേരം കഴിക്കുന്നവൻ അത് വരുന്നുണ്ടല്ലോ, രോഗി ഭോഗി യോഗി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അതാ 1 നേരം കഴിക്കുന്നത്. അതുണ്ടെങ്കിൽ പോലും 3 നേരം ആഹാരം കഴിക്കുന്ന വിധത്തിലാണ് നമ്മുടെ ആമാശയം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ 3 നേരം കൃത്യമായ അളവില്. അപ്പൊ അതുകൊണ്ടാണ് രാവിലത്തെ ഷേക്ക്. രാവിലത്തെ ഷേക്ക് രാവിലെ കഴിക്കുമ്പോൾ നമുക്ക് അന്നേരം വേണ്ടുന്ന വൈറ്റമിൻസ്, മിനറൽസ്, പ്രോട്ടീൻ, ഫൈബർ എല്ലാം നമ്മൾ കൃത്യമായ ഒരു അളവിൽ കൊടുക്കും. ഉച്ചയ്ക്ക് കാർബോഹൈഡ്രേറ്റ് ഉള്ള ഒരു ആഹാരം, കാർബോഹൈഡ്രേറ്റും അതുപോലെ തന്നെ ഈ പറയുന്ന എല്ലാം അടങ്ങിയ ആഹാരം അത് കൊടുക്കുന്നു. വൈകുന്നേരവും ഈ കൃത്യമായ അളവിൽ കൊടുക്കുന്നു. കാലോറി ബാലൻസ് ചെയ്യുന്നു. ഒരു 12 അവർ നമുക്ക് ഫാസ്റ്റിംഗ് ടൈം കൊടുത്തിട്ടാണ് നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുന്നത്. അപ്പൊ എന്തിനിങ്ങനെ കൃത്യമായ ഇടവേളകൾ? ഇപ്പൊ നമ്മള് മെഡിസിൻ ആണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ നമുക്ക് 1-0-1 എഴുതിയിട്ടുണ്ട്. അതിനകത്ത് നമുക്കറിയാം രാവിലെ ഒരു ഗുളിക കഴിക്കാം, ഉച്ചയ്ക്കൊന്നുമില്ല, രാത്രി ഒരു ഗുളിക, അല്ലെങ്കിൽ 1-1-1 എന്ന് ഡോക്ടർ ഇട്ടുണ്ടെങ്കിൽ നമുക്കറിയാം 3 ഗുളിക 3 നേരം കഴിക്കുക, രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം ആഹാരത്തിന് ശേഷം എന്നൊക്കെ പറയും. ഇതെന്തിനാണ് അങ്ങനെ കഴിക്കുന്നത്? ബിക്കോസ് മെഡിസിൻ കഴിക്കുമ്പോൾ നമുക്കറിയാം അതിന്റെ ഡോസ് കൂടി പോകാൻ പാടില്ല, അല്ലെങ്കിൽ ഡോസ് കുറഞ്ഞും പോകാൻ പാടില്ല. അപ്പൊ അതുകൊണ്ടാണ് കൃത്യമായിട്ട് ഇങ്ങനെ 3 നേരം എന്ന് എഴുതിയിരിക്കുന്നത്. അത് നമ്മൾ കൃത്യമായിട്ട് 3 നേരം കഴിക്കുകയും ചെയ്യും. കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെഡിസിനിൽ നമുക്ക് പേടിയാണ്, അപ്പൊ നമ്മൾ കഴിക്കും. അപ്പൊ എന്താന്ന് വെച്ചാൽ അത് ഇപ്പൊ 3 നേരം കഴിക്കേണ്ട ഒരു മെഡിസിൻ 1 നേരം പോയിട്ട് കഴിച്ചാൽ എന്തായി? ഓവർഡോസ് ആയി. അത് ഓവർഡോസ് ആണെന്ന് നമുക്കറിയാം. അപ്പൊ അതുപോലെ തന്നെ നമ്മൾക്ക് ഇതിനകത്ത് ഓവർഡോസ് എന്നല്ല പറയുന്നത്. ഓവർഡോസ് ഒന്നും ഭക്ഷണം കഴിച്ചിട്ട് ഓവർഡോസ് ഒന്നും ആരും മരിച്ചിട്ടില്ല ഇതുവരെ, ഒരു കുഴപ്പമില്ല. പക്ഷെ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ ഒറ്റ നേരമാണ് നമ്മൾ ഇങ്ങനെ കഴിക്കുന്നതെങ്കിൽ നമ്മുടെ ശരീരത്തിന് അത് കിട്ടില്ല, അത്രേ ഉള്ളൂ. നമ്മളിപ്പോ ഞാൻ നേരത്തെ ഒരു എക്സാമ്പിൾ പറയുന്നത് ഒരു തിയേറ്ററിൽ പോയ പോലെ, അത് ഒരു സിനിമ പ്രദർശിപ്പിക്കുന്ന തിയേറ്ററിൽ പോയ പോലെ. ആ തിയേറ്ററിൽ നമ്മൾ ഒരു സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട്. അപ്പൊ അതിന് പുറത്ത് എത്ര ആള് നിന്നെന്ന് പറഞ്ഞാലും ഹൗസ്ഫുൾ ആയാലും അവർ ടിക്കറ്റ് ക്ലോസ് ചെയ്യും, ഇല്ലേ? അവിടെ നിലത്തിരുന്ന് കൊണ്ടോന്നൊന്നും പറയാൻ നമ്മള് കയറ്റി വിടത്തില്ല. ആ ടിക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് ഹൗസ്ഫുൾ എന്ന് പറഞ്ഞ ഒരു ബോർഡ് വെക്കും. അപ്പൊ ആ സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള ആൾക്കാരെ മാത്രമേ കടത്തിയുള്ളൂ, ബാക്കിയുള്ളവരെ അടുത്ത ഷോന് കയറണം. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മൾ ആഹാരം കഴിക്കുമ്പോഴും. അപ്പൊ നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾ കുറെ 1 നേരം ഇട്ട് കൊടുത്താൽ നമ്മുടെ ശരീരത്തിന് അത് എടുക്കാൻ പറ്റില്ല, ഹൗസ്ഫുൾ ആണ് അവിടെ, പിന്നെ വേണ്ടാന്ന് പറയും. അപ്പൊ എന്തായാലും വെറുതെ അത് വേസ്റ്റ് ആയിപ്പോ. നമ്മുടെ മൂത്രത്തിലൂടെയും വൈറ്റമിൻസ്, മിനറൽസ് ഒക്കെയാണ് മൂത്രത്തിലൂടെയും, വാട്ടർ സോലുബിൾ ആയിട്ടുള്ള സാധനങ്ങൾ മൂത്രത്തിലൂടെയും, പിന്നെ ഈ പറഞ്ഞ മറ്റു ദഹിക്കാത്ത സാധനങ്ങളൊക്കെ അൺഡൈജസ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം സ്റ്റൂളിലൂടെ ഒക്കെ അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മളറിയില്ല, നമ്മൾ ആയിരിക്കും ഒരു നേരം ഇതെല്ലാം കൂടെ കഴിച്ചാൽ മതി. അപ്പൊ അങ്ങനെയല്ല. അപ്പൊ ആ കൃത്യമായ ഇടവേളകളിൽ കൃത്യമായ രീതിയിൽ ആഹാര സാധനങ്ങളും, എന്നാലേ അത് അതിനെ ശരിക്കും പറയുന്നത് സയന്റിഫിക്കലി ഇപ്പൊ +2 ഒക്കെ പഠിക്കുന്ന സയൻസ് സ്റ്റുഡൻസ് ഇവിടെ ഉണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവും. എഗെയിൻസ്റ്റ് ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ്. ആ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റിന് എഗെയിൻസ്റ്റ് ആയിട്ട്, അതായത് സാന്ദ്രത കൂടിയ ഇടത്തുനിന്ന് മാത്രമേ സാന്ദ്രത കുറഞ്ഞിടത്തേക്ക് പോകുള്ളൂ, അല്ലേ? അപ്പൊ നമ്മുടെ വയറിൽ ഈ ന്യൂട്രിയൻസിന്റെ സാന്ദ്രത കൂടി നിൽക്കുന്ന അവസ്ഥയിലാണ് അത് ബ്ലഡിലേക്ക് കലർന്നു പോകത്തുള്ളൂ. അല്ലെ ബ്ലഡിൽ ആവശ്യത്തിന് ഈ പറഞ്ഞ ന്യൂട്രിയൻസ് എല്ലാം ഉള്ള ഒരു സ്ഥിതിയാണെങ്കിൽ വയറിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ബ്ലഡ് എടുക്കില്ല, അത്രേ ഉള്ളൂ, ഹൗസ്ഫുൾ. അപ്പൊ അതാണ്. അപ്പൊ അതുകൊണ്ടാണ് കൃത്യമായ ഇടവേളകളിൽ കഴിക്കണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കൃത്യമായ രീതിയിൽ നമ്മുടെ സപ്ലിമെന്റ്സും കൃത്യമായ ഇടവേളകളിൽ കഴിക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പൊ ചിലത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് 1 ടൈം കഴിച്ചാൽ മതി എന്നുള്ള രീതിയിൽ അതിന്റെ ഒറ്റ ഡോസ് ആയിട്ടാണ് വിമൻ ചോയ്സ്, ഒരെണ്ണം കഴിച്ചാൽ മതി. അങ്ങനെ ഡിസൈൻ ചെയ്തിട്ടുള്ള ഓരോണ്ണം വീതം കഴിച്ചാൽ മതി എന്നുള്ള ഒരു ടാബ്ലറ്റ്സ് സപ്ലിമെന്റ്സ് ഉണ്ട്. അല്ലാതെ 3 ഇപ്പൊ നമ്മുടെ ഇത് ഒമേഗ 3 2 ടൈം കഴിക്കുന്നതിലാണ് ഇപ്പൊ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത് × 60 N എന്നാണ് എഴുതിയിരിക്കുന്നത്. അതായത് 30 ദിവസത്തേക്ക്
60 ടാബ്ലറ്റ്. അപ്പൊ 2 നേരം കഴിച്ചാൽ മതി. അപ്പൊ രാവിലെയും വൈകിട്ടും കഴിച്ചാൽ മതി നമ്മുടെ omega-3. എന്നാൽ മൾട്ടിവിറ്റമിൻ 90 ടാബ്ലറ്റ്സ് ആണ് ഒരു ബോട്ടിലുള്ളത്. അപ്പൊ 3 ടൈംസ് കഴിക്കണം. ഇപ്പൊ രാവിലെയും കഴിക്കണം, ഉച്ചയ്ക്കും കഴിക്കണം, വൈകുന്നേരവും കഴിക്കണം. അപ്പൊ അത് ചിലർ ചോദിക്കും ഒരെണ്ണം കഴിച്ചാൽ പോരെ, പൈസ ഭയങ്കര കൂടുതലല്ലോ, ഒരെണ്ണം കഴിച്ചാൽ പോരെ. ഇല്ല, നമ്മൾ 3 എണ്ണം കഴിക്കണം. എന്നാലേ നമ്മുടെ ശരീരത്തിലേക്ക് വേണ്ടുന്ന വൈറ്റമിൻസ് നമ്മൾ കിട്ടും. നമ്മളാ വൈറ്റമിൻ ടാബ്ലറ്റിന്റെ സൈഡിൽ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം എത്രയാണ് അതിന് ഒരു ടാബ്ലറ്റിലുള്ള ഡോസ് എന്ന്. ഒരിക്കലും ഓവർ ഡോസിലേക്ക് പോകാത്ത വിധത്തിലാണ് അത് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. അപ്പൊ വൈറ്റമിൻസ് വാട്ടർ സോളിബിൾ വൈറ്റമിൻസ് അല്ല, ഫാറ്റ് സോളിബിൾ വൈറ്റമിൻസ് ഓവർ ഡോസ് ആയി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓവർ ഡോസ് സിംറ്റംസ് വരും. ഇപ്പൊ ചിലര് ചോദിക്കും ഷെയ്ക്കും മൾട്ടിവിറ്റമിനും പിന്നെ ഉച്ചയ്ക്കുള്ള ഫുഡും എല്ലാം കൂടെ കുടിക്കുമ്പോൾ കുറെ വൈറ്റമിൻ ആവില്ല, എല്ലാം കൂടെ ഓവർഡോസ് ആവും. ഒരിക്കലും ഇല്ല. അങ്ങനെ ഓവർഡോസ് ആവാത്ത ഒരു അളവിലാണ് സയന്റിസ്റ്റുമാരാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരിക്കലും ഈ 3 ടാബ്ലറ്റ് കഴിച്ചു, ഈ ഷെയ്ക്കും കഴിച്ചു, ഉച്ചക്കത്തെ ഫുഡും കഴിച്ചാലും ഓവർഡോസ് ആവാത്ത വാല്യൂലാണ് നമ്മളുടെ ഓരോ ടാബ്ലറ്റും ഈ സയന്റിഫിക് ടീം ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ഭയപ്പെടേണ്ട കാര്യമില്ല. നമ്മൾ കൃത്യമായ അളവിൽ കഴിക്കണം എന്ന് മാത്രം. ഈ കൃത്യമായ അളവിൽ കഴിച്ചാൽ മാത്രമേ നമ്മൾക്ക് ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ പരാതി പറഞ്ഞുകൊണ്ടിരിക്കും കോച്ചിനോടും പ്രോഡക്റ്റിനെ കുറിച്ചും അല്ലെങ്കിൽ മറ്റുള്ളവരോടൊക്കെ നമ്മൾ പരാതി പറഞ്ഞുകൊണ്ടിരിക്കും. അവർക്ക് കിട്ടി എനിക്ക് കിട്ടിയില്ല, അവർക്ക് കിട്ടി എനിക്ക് കിട്ടിയില്ല എന്നുള്ളതിന്റെ റീസൺ ഇതാണ്. അവർ കൃത്യമായിട്ടെല്ലാം ചെയ്തിട്ടുണ്ടാവും, ഞാൻ കൃത്യമായിട്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്ക് കിട്ടിയില്ല. അത്രേ ഉള്ളൂ അതിന്റെ വ്യത്യാസം. അപ്പൊ അതൊക്കെയാണ്. ഇപ്പൊ കോച്ചിനോട് ചോദിച്ചിട്ട് എന്തൊക്കെ ഷേക്ക് കൂടാതെ ഞാൻ എന്തൊക്കെ സപ്ലിമെന്റ്സ് അഡീഷണലി ഇൻക്ലൂഡ് ചെയ്യണം എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. ഇപ്പൊ നേരത്തെ നമ്മുടെ സ്ലൈഡിൽ കാണിച്ചു ഹാർട്ട് ഹെൽത്തിന്റെ പ്രോഡക്റ്റ് ആണ് ഞാൻ കാണിച്ചത്. അതായത് നമ്മുടെ നൈറ്റ് വർക്ക്സ്, അതുപോലെ തന്നെ omega-3, അതുപോലെ തന്നെ നമ്മുടെ ബീറ്റാ ഹാർട്ട്. അപ്പൊ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ വേറൊരു ടിപ്പും കൂടെ പറഞ്ഞുതരാം. വെയിറ്റ് ലോസ് ചെയ്യുന്നതിനിടയ്ക്ക് ഇപ്പൊ നമ്മള് ബീറ്റാ ഹാർട്ട് എന്ന് പറയുന്നത് കൊളസ്ട്രോൾ കുറയ്ക്കാനുള്ള പ്രോഡക്റ്റ് ആയിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. സ്വാഭാവികമായിട്ടും എല്ലാവർക്കും അറിയാം, കൊളസ്ട്രോൾ ഉള്ളവർക്ക് മാത്രമേ അത് കൊടുക്കാറുള്ളൂ. പക്ഷെ വെയിറ്റ് ലോസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു ടിപ്പ് പറഞ്ഞുതരാം. ഇപ്പൊ അബദ്ധവശാലെങ്ങാനും നമ്മൾ ഉച്ചയ്ക്കുള്ള ആഹാരത്തിൽ ഇപ്പൊ നമ്മൾ എന്തെങ്കിലും കറികളൊക്കെ കഴിക്കുമ്പോൾ എണ്ണയൊക്കെ കൂടി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ രാവിലത്തെ ഷെയ്ക്കിൽ ഓൾറെഡി ഒരു ബീറ്റാ ഹാർട്ട് ഇട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന കാർബോഹൈഡ്രേറ്റ് ഈ പറയുന്ന ഫാറ്റ് നമ്മുടെ ശരീരത്തിൽ എടുക്കില്ല, ആഗിരണം ചെയ്യില്ല. ആ ഫൈബർ അതിനെ പിടിച്ചു വെച്ചിട്ട് ഇല്ലേ പിടിച്ചു വെക്കും ഇല്ലേ. പോലീസ് ഈ തള്ളി കയറാനായിട്ട് ശ്രമിക്കുന്ന ആൾക്കാരൊക്കെ പിടിച്ചു വെക്കില്ലേ എന്ന് പറഞ്ഞ പോലെ പിടിച്ചു വെച്ചിട്ട് അവരെ പുറന്തള്ളിക്കോളും. ആ ഫാറ്റിനെയൊക്കെ ശരീരം ആമാശയത്തിലേക്ക് എടുക്കില്ല. അപ്പൊ അതൊരു ടിപ്പാണ്. അപ്പൊ പ്രൈസ് മണി അടിക്കണമെന്ന് ഇപ്പൊ 50,000 രൂപ പ്രൈസ് മണി അടിക്കണമെന്ന് ആഗ്രഹമുള്ള ആളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഒരു ബീറ്റാ ഹാർട്ട് വാങ്ങി ഉപയോഗിക്കാം, ഒരു സാഷെ ഒരു ദിവസം. അപ്പൊ അതൊക്കെയാണ്. അപ്പൊ ചിലർക്ക് പേടിയാണ് ഈ ബീറ്റാ ഹാർട്ടൊക്കെ എനിക്ക് കഴിക്കാമോ, ഞാൻ കഴിച്ചാൽ എന്തെങ്കിലും വരുമോ. ഇതിനകത്തുള്ള എല്ലാ പ്രോഡക്റ്റും എല്ലാവർക്കും കഴിക്കാം. അത് കോച്ചിനോട് ചോദിച്ചിട്ട് ധൈര്യമായിട്ട് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം എന്ന് ചോദിച്ചിട്ട് കഴിക്കാവുന്നതേ ഉള്ളൂ. ഒന്നും മെഡിസിൻ അല്ല. ഓഫ്കോഴ്സ് ബീറ്റാ ഹാർട്ട് എന്ന് പറയുന്ന പ്രോഡക്റ്റ് മെഡിക്ലെയിം ഉള്ള മനുഷ്യന്റെ ഏറ്റവും അടുത്ത വിലയേറിയ കൂട്ടുകാരൻ അവന്റെ ആരോഗ്യമാണ്. കറക്റ്റ്. ആരോഗ്യം എന്ന അവന്റെ കൂട്ടുകാരൻ അവനെ വിട്ടുപോയ എല്ലാ ബന്ധങ്ങൾക്കും അവൻ ഭാരം. കറക്റ്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. ആരോഗ്യം എന്നുള്ള ഒരു കൂട്ടുകാരൻ നമ്മൾ വിട്ടു പിരിഞ്ഞാല് പിന്നെ മറ്റുള്ള ബന്ധുക്കൾക്കെല്ലാം നമ്മളൊരു ഭാരം തന്നെയാണ്. വളരെ സൊസൈറ്റിയിലെ ഒരു ഭാരം തന്നെയാണ് നമ്മൾ. ഇപ്പോ ഒരു ബെഡ് ആയിട്ടുള്ള ഒരാളോ ഉള്ള ഒരു വീടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പല കാര്യങ്ങളും സാധാരണ ഒരു വീട്ടിലെ പോലെ ആയിരിക്കില്ല. അപ്പൊ അത് എത്രയൊക്കെ ഇല്ല ഞങ്ങൾ കുഴപ്പമൊന്നുമില്ല ഞങ്ങൾക്ക് ഓക്കെ ആണെന്ന് പറഞ്ഞാലും പല കാര്യങ്ങളും അവിടെ തളം തെറ്റും. അത് ഹാപ്പിനെസ് ഉണ്ടാവില്ല ഒരിക്കലും. അപ്പൊ അതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ ആരോഗ്യമുള്ള ഒരു ശരീരത്തിലെ ആരോഗ്യമുള്ള ഒരു മനസ്സുണ്ടാവുകയുള്ളൂ. അപ്പൊ ഈ ആരോഗ്യമുള്ള ശരീരം ഉണ്ടാവണമെങ്കിൽ നമ്മൾ ശരീരത്തിന് അങ്ങോട്ട് കൊടുക്കുന്ന പോഷകങ്ങളും അല്ലെങ്കിൽ അങ്ങോട്ട് കൊടുക്കുന്ന കാര്യങ്ങളും ആരോഗ്യം ഉളവാക്കുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കണം. ഇപ്പൊ നമ്മുടെ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തിട്ട് ഹെൽത്ത് റിസൾട്ട് എടുത്തിട്ടുള്ള ഒത്തിരി പേര് ഇതിനകത്തുണ്ട് 948. അപ്പൊ 1-2 പേർക്ക് റിസൾട്ട് പറയാൻ ചാൻസ് ഉണ്ടെങ്കിൽ ഒന്ന് പറയാം, എന്നിട്ട് നമുക്ക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ഹായ്, ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ് സാർ, പറഞ്ഞോളൂ. എന്റെ പേര് കബീർ, വയസ്സ് 46. ഞാന് പുറങ്ങെ ന്യൂട്രീഷൻ ക്ലബിൽ നിന്നാണ് കണക്ട് ആയിരിക്കുന്നത്. ഞാന് ഈ കമ്മ്യൂണിറ്റിയിലേക്ക് വരുന്നതിന് മുന്നേ എനിക്ക് നെഞ്ചരിച്ചില്, ഗ്യാസ് ട്രബിള്, കാലിന്റെ മസില്, കൊച്ചിപ്പിടുത്തം എന്നീ അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിയിരുന്നു. ഇതില് ജോയിന്റ് ആയി ഒരു 3 ദിവസം ആകുമ്പോഴത്തേക്കും നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്തു. അവിടുത്തെ 10 days കണ്ടിന്യൂ ചെയ്തു. എന്റെ എല്ലാ ഹെൽത്ത് ഇഷ്യൂസും മാറി. പിന്നെ ഞാൻ കണ്ടിന്യൂ ആയിട്ട് ഇപ്പോ 2.5 മാസമായി. ഒരു മാരത്തോണിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതിലൊരു 6 കിലോളം വെയിറ്റും കുറഞ്ഞു. ഹെൽത്തിയാണ്, ഹാപ്പിയാണ്. ഇതിനെന്നെ സഹായിച്ച എന്റെ കോച്ച്, എന്റെ അപ്ലൈൻ കോച്ച്, അതുപോലെ സീനിയർ കോച്ച്, എല്ലാവർക്കും ഫ്രം ദ ഹാർട്ടിൽ നിന്നും താങ്ക്സ്. കൺഗ്രാറ്റുലേഷൻ. നല്ല ഹെൽത്ത് റിസൾട്ട് ആണ്. ഈ മസിൽ കോച്ചിപ്പിടുത്തമൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞു.
അപ്പൊ അതിന്റെ റീസൺ എന്തായിരിക്കും എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല, ഒന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അതെ, കറക്റ്റ് ആണ്. അപ്പൊ നമ്മൾ അതിന് ഒരു റീസൺ, ഇപ്പൊ ഒരു റീസൺ ഞാൻ പറയാം. ഒരു റീസൺ എന്ന് പറയുന്നത് നമ്മളുടെ മസിൽസ് പ്രോപ്പർ ആയിട്ട് കൺട്രാക്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യത്തിന് കാൽഷ്യം വേണം. അപ്പൊ നമ്മൾ വിചാരിക്കും ശരീരത്തിൽ ബ്ലഡിൽ ആവശ്യത്തിന് അല്ലെ മസിൽസിൽ ആവശ്യത്തിന് കാൽഷ്യം ഇല്ലെങ്കിൽ അത് എല്ലിൽ നിന്നും പല്ലിൽ നിന്നും ഒക്കെ എടുത്തോളുന്നു. കറക്റ്റ് ആണ്, എല്ലിൽ നിന്നും പല്ലിൽ നിന്നും ഒക്കെ എടുക്കും. പക്ഷേ എപ്പോഴും ശരീരത്തിന് അതിനൊരു കപ്പാസിറ്റി ഉണ്ടാവണമെന്നില്ല. എല്ലിൽ നിന്നും പല്ലിൽ നിന്നും ഒന്നും എടുക്കണമെന്നില്ല. അപ്പോ ഈ കാൽഷ്യത്തിന്റെ ലെവല് ബ്ലഡിലും അതുപോലെ തന്നെ ബ്ലഡിൽ നിന്നുള്ള മസിൽസിലേക്കൊക്കെ എത്തുന്നത് കുറവാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് ഈ മസിൽ ക്രാംസ് അല്ലെ, മസിൽ കോച്ചി പിടിക്കും എന്നൊക്കെ പറയാം, മസിൽ കോച്ചി പിടുത്തമൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ നമ്മുടെ ന്യൂട്രീഷൻ ഷേക്കും സപ്ലിമെന്റ്സ് ഒക്കെ കഴിക്കുമ്പോൾ നമ്മൾ ഓൾറെഡി ഈ സപ്ലിമെന്റേഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളുടെ ആഹാരത്തിലൂടെ നമ്മൾ നിത്യേന നമ്മൾ വലിയ പോഷകം എന്ന് പറയുന്നത് കഴിക്കുന്ന ആഹാരത്തിലൂടെ അപര്യാപ്തമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ സപ്ലിമെന്റ് ചെയ്ത് കൊടുക്കുകയാണ് അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് ഈ പറയുന്ന ഇപ്പൊ കൊടിപിടുത്തം ഇല്ല, അല്ലാതെ ഇവിടെ യാതൊരു ഓക്കെ സാറേ. അപ്പൊ ഈ പറയുന്ന എന്താണ് നമ്മളിവിടെ യാതൊരു വിധത്തിലുള്ള ട്രീറ്റ്മെന്റോ അല്ലെങ്കിൽ ചികിത്സാ രീതികളോ ചികിത്സാ പദ്ധതിയോ അല്ലെങ്കിൽ ഈ കോച്ചിപ്പിടുത്തം മാറാനുള്ള ഒരു പെയിൻ കില്ലറോ അല്ലെങ്കിൽ അങ്ങനെയുള്ളതൊന്നുമല്ല ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനത്തിന് ആവശ്യമായ ന്യൂട്രിയൻസ് മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അതാണ് ഫുഡാണ് നമ്മൾ കഴിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആരാണ് പറയുന്നത്? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്റെ പേര് സുരേഷ് ബാബു. ഞാന് കോട്ടയം ജില്ലയിലെ പാമ്പാടി ന്യൂട്രീഷൻ സെന്ററിൽ നിന്ന് കണക്ട് ആയിരിക്കുന്നു. വയസ്സ് 55. ഞാന് ഈ പ്രോഗ്രാമിലേക്ക് വരുമ്പോൾ എനിക്ക് നിരവധി ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതിൽ പ്രധാനമായിട്ടും കാർഡിയോ മയോപ്പതി എന്ന് പറയുന്ന ഹാർട്ടിനെ ബാധിക്കുന്ന ഒരു അസുഖമായിരുന്നു. അതിന് ട്രീറ്റ്മെന്റ് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു രോഗമാണ്. അപ്പൊ അതിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ നിരവധി ഹോസ്പിറ്റലുകളിൽ കോട്ടയം മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, കാരിത്താസ്, അമൃത എല്ലാ ഹോസ്പിറ്റലുകളിലും പോയപ്പോൾ എല്ലായിടത്തു നിന്നും കിട്ടിയ ഒരു ഉപദേശം ഇത് മാത്രമാണ്, ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്, വേറെ ട്രീറ്റ്മെന്റ് ഒന്നും ഇല്ല എന്നാണ് പറഞ്ഞത്. പിന്നെ അതിന്റെ ഈ അസുഖമുള്ളതിന്റെ പരിണിത ഫലമായിട്ട് എനിക്ക് BP കൺട്രോൾ ആകാതെ വരിക, അതുപോലെ ഹീമോഗ്ലോബിൻ ഹൈ ആകുക, പൊട്ടാസ്യം കുറയുക. ഈ ഹീമോഗ്ലോബിൻ ഹൈ ആകുമ്പോഴത്തേക്ക് 22, 23 വരെയൊക്കെ പോകും. അന്നേരം പൊട്ടിപ്പോകുന്ന പോലത്തെ വേദനയാണ്, തലവേദനയല്ല, തല പൊട്ടിപ്പോകുന്ന പോലത്തെ ഒരു വേദന ഫീലിംഗ് ഉണ്ടാവും. അതുപോലെ പൊട്ടാസ്യം കുറയുമ്പം ഓർമ്മക്കുറവ്, അതോടുകൂടി തന്നെ യൂറിക് ആസിഡിന്റെ പ്രശ്നം, പിന്നെ ഉറക്കമില്ലായ്മ. അത് 2 സ്ലീപ്പിംഗ് പിൽസ് കഴിച്ചിട്ട് പോലും ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ. അങ്ങനെ 3 മാസം പകലും രാത്രി 1 മിനിറ്റ് പോലും ഉറങ്ങാതെ കഴിഞ്ഞു പോയൊരവസ്ഥയുണ്ടായിരുന്നു. അപ്പൊ ശരിക്കും ഈ തലവേദന, ഉറക്കമില്ലായ്മ, ഓർമ്മക്കുറവ് ഇതെല്ലാം കൂടെ വന്നപ്പം ശരിക്കും നമുക്ക് വട്ട് പിടിക്കുന്ന പോലത്തെ ഒരു അവസ്ഥയിൽ ഞാൻ എത്തി. അതുപോലെ തന്നെ അലർജി പ്രോബ്ലംസ്. അപ്പം തുമ്മിക്കഴിഞ്ഞാൽ ശ്വാസം കിട്ടാതെ പെടയുന്ന ഒരവസ്ഥയിലേക്ക് പോകുമായിരുന്നു. അതുപോലെ ഹാർട്ടിന് പെയിൻ വന്നു കഴിഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഫീലിംഗ്. കാര്യം ഇത് നമ്മൾ ഇതിങ്ങനെ വലിച്ചു പറിച്ചെടുക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആണ് ശരീരത്തിന് ഉണ്ടാകുന്നത്. പക്ഷെ ഇതിനൊന്നും മെഡിസിൻ കണ്ടുപിടിക്കപ്പെട്ടിട്ടുമില്ല. അങ്ങനെ ഇരിക്കുന്ന പിന്നെ എനിക്ക് നടക്കാൻ പറ്റാവുന്ന കിതപ്പ്. ഇപ്പം ലാസ്റ്റ് വരുന്ന സമയത്ത് എനിക്ക് മുറ്റത്തോട്ട് ഇറങ്ങിയാൽ തിരിച്ച് 3 സ്റ്റെപ്പ് വരാന്തയിലേക്ക് തിരിച്ച് കയറാൻ പറ്റാത്ത ആ ഒരവസ്ഥയിലേക്ക് എത്തി. ആ സമയത്താണ് കൊറോണ വരുന്നത്. കൊറോണ വന്ന സമയത്ത് എൻ്റെ പെങ്ങള് ശോഭാ ഗോപാല്, പുള്ളിക്കാരി ദുബായിലാണ് ജോലി ചെയ്യുന്നത്, നാട്ടിൽ വന്നു. കൊറോണ കാരണം തിരിച്ചു പോകാൻ പറ്റാതെ ഇവിടെ നിന്ന സമയത്താണ്. ഇപ്പൊ ചേച്ചിയുടെ പ്രശ്നം എന്ന് പറയുന്നത് വെള്ളം കുടിക്കാൻ പറ്റില്ല. 1 ഗ്ലാസ് വെള്ളം പോലും ഒരു ദിവസം കുടിക്കാൻ പറ്റില്ല. പെട്ടെന്ന് ശരീരം നീര് വെക്കും, BP ഹൈ ആകും. അങ്ങനെ ഒരു പ്രോബ്ലം ആയിരുന്നു. അങ്ങനെ ചേച്ചിക്ക് ഞങ്ങളുടെ അടുത്തുള്ള ഒരു വെൽനസ് കോച്ച് ബെന്നി KV വാഴൂർ ന്യൂട്രീഷൻ സെന്റർ നടത്തുന്ന ബെന്നി സാറ് ഈ ഫുഡ് കൊണ്ട് കൊടുത്തു. അങ്ങനെ ഞങ്ങള് പൊൻകുന്ന ന്യൂട്രീഷൻ സെന്റർ ഞങ്ങള് ജ്യോതിവാസ് സാറുമായിട്ട് കണക്ട് ആയി. സാറ് പറഞ്ഞ രീതിയിൽ പെങ്ങൾ ഈ ഫുഡ് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പം ഒരു 3 ദിവസം കൊണ്ട് തന്നെ നല്ല മാറ്റം വന്നു തുടങ്ങി. 15 ദിവസം കൊണ്ട്
ശരീരത്തിലെ നീരെല്ലാം പോയി, ആള് വെയിറ്റ് കുറഞ്ഞു, ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ മാറി, മെഡിസിൻ പതുക്കെ കുറയ്ക്കാൻ തുടങ്ങി. അങ്ങനെ ആള് നല്ല ഹെൽത്തിലേക്ക് വന്നപ്പോഴാണ് എന്നോട് പറയുന്നു നീ ഇത് കഴിക്ക് എന്ന് പറഞ്ഞ് എന്നെ നിർബന്ധിച്ച് കഴിപ്പിച്ചതാണ്. അപ്പൊ അങ്ങനെ ഞാനിത് പൊൻകുന്നം ക്ലബ്ബിൽ പോയി. അവിടെ വെച്ചാണ് നമ്മള് ഹോസ്പിറ്റലുകളിലൊക്കെ പോയപ്പോഴും ചെക്ക് ചെയ്യാത്ത ഒരു സാധനമാണ് നമ്മുടെ ബോഡി ഫാറ്റ്. അങ്ങനെ പൊൻകുന്നം ന്യൂട്രീഷൻ സെന്ററിൽ വെച്ചാണ് എന്റെ ബോഡി ഫാറ്റ് ആദ്യമായിട്ട് ചെക്ക് ചെയ്യുന്നത്. കാര്യം ഇതിനു മുമ്പ് ഞാൻ സൗദി അറേബ്യ വെച്ചാണ് എനിക്ക് ഇങ്ങനെ രോഗം ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നത്. അവിടെ വെച്ച് പോലും ഇങ്ങനെ ഒരു സംഭവം നോക്കുന്നില്ല. അങ്ങനെ പൊൻകുന്നം ന്യൂട്രീഷൻ സെന്ററിൽ ചെന്ന് ഫാറ്റ് ചെക്ക് ചെയ്തു. പിന്നെ സാറ് പറഞ്ഞ രീതിയിൽ, ജ്യോതിബാസ് സാറും ബിന്നിമാടും പറഞ്ഞ രീതിയിൽ ഞാൻ ഫുഡ് ഫോളോ ചെയ്യാൻ തുടങ്ങിയപ്പം എനിക്ക് ഒരു 3 ദിവസം കൊണ്ട് തന്നെ, അന്ന് ആദ്യമായ ഷെയ്ക്ക് എടുത്തത് ഞാൻ 2021 ജൂൺ 3-നാണ്. അന്ന് രാത്രിയിൽ നല്ല സുഖമായിട്ട് ഉറങ്ങാൻ പറ്റി. പിന്നെ 3 ദിവസം കൊണ്ട് തന്നെ എനിക്ക് നല്ല വ്യത്യാസങ്ങൾ വന്നു തുടങ്ങി. ഒരു 15 ദിവസം കൊണ്ട് എനിക്ക് നടക്കാൻ പറ്റുന്നു. പിന്നെ 3 മാസം കൊണ്ട് കംപ്ലീറ്റ് എന്റെ മെഡിസിൻ സ്റ്റോപ്പ് ചെയ്തു. 3 സ്റ്റെപ്പ് വെക്കാൻ പറ്റാതിരുന്ന ഞാന് 2021 ഡിസംബറിൽ 5 മാസത്തിന് ശേഷം ശബരിമലയ്ക്ക് ഈസി ആയിട്ട് നടന്നു കയറി. അത്രയും വ്യത്യാസം എനിക്ക് വന്നു. അതിനുശേഷം 2023 മാർച്ച് 23-ാം തീയതി ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയി വീണ്ടും എക്കോ ചെയ്തപ്പം അവിടുത്തെ സീനിയർ കാർഡിയോളജിസ്റ്റുകൾ 4 പേര് വന്ന് എന്നെ പരിശോധിച്ച് പഴയ റിപ്പോർട്ടുകൾ നോക്കി. അവരെല്ലാം നോക്കിയിട്ട് അവര് പരസ്പരം ചർച്ച ചെയ്തിട്ട് പറഞ്ഞത്, നിങ്ങൾക്ക് ഈ പഴയ റിപ്പോർട്ടുകൾ തെറ്റാണെന്നാണ് തോന്നുന്നത്, നിങ്ങൾക്ക് ഇങ്ങനെ പ്രോബ്ലം ഉള്ളതായിട്ട് കാണുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോ മെഡിസിൻ ഇന്നുവരെ കണ്ടുപിടിക്കപ്പെടാത്ത ആ ഒരു കാര്യത്തിന് നമ്മുടെ ഹെർബാലൈഫിന്റെ ഈ ഫുഡ് കഴിച്ചപ്പോൾ എനിക്ക് എന്റെ ഹെൽത്ത് ഇഷ്യൂസ് മാറ്റി വെക്കണമെന്ന് പറഞ്ഞ ആ ഹാർട്ട് മാറ്റി വെക്കാതെ എന്റെ സ്വന്തം ഹാർട്ടുമായിട്ട് തന്നെ ഞാൻ ഇന്ന് വളരെ ആരോഗ്യത്തോടെ ജീവിക്കുന്നു. ഞാനും എന്റെ ഫാമിലി എല്ലാവരും ഈ ഫുഡ് ഫോളോ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ ഫുഡ് കണ്ടുപിടിച്ച മാർക്യൂസിനും നമുക്കിത് തന്ന സിസ്റ്റത്തിനും എന്റെ എല്ലാ വെൽനസ് കോച്ചുകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, താങ്ക് യു. താങ്ക് യു സുരേഷ് സർ. ഇപ്പൊ സാറ് പാമ്പാടി ന്യൂട്രീഷൻ സെന്ററിന്റെ ഓണർ കൂടിയാണ്. ഇപ്പൊ ഞങ്ങളുടെ ടീമിലുള്ള ന്യൂട്രീഷൻ സെന്ററിലാണ് ഞാനും. അപ്പൊ എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പൊ നമ്മളിപ്പോ സാർ ഇപ്പൊ റിസൾട്ട് പറഞ്ഞപ്പോ നമ്മളെല്ലാരും കേട്ടോ, ആ ഹാർട്ട് മാറ്റി വെക്കേണ്ടിയിരുന്ന ഒരു ഹാർട്ടാണ് അല്ലെ, സ്വന്തം ഹാർട്ടുമായിട്ടാണ് ഇപ്പൊ ജീവിക്കുന്നത്. അപ്പൊ ആ ഡോക്ടേഴ്സ് പറയുന്നത് പഴയ റിസൾട്ട് തെറ്റായിരുന്നു എന്നാണ്. അപ്പൊ അതെങ്ങനെയാണ്? അപ്പൊ പഴയ റിസൾട്ട് ശരിയാണെന്ന് ആ ഹാർട്ട് മാറ്റി വെച്ചിരുന്നെങ്കിൽ എന്തായിരിക്കും? അപ്പൊ ഇതൊക്കെയാണ്. അപ്പൊ നമ്മൾക്ക് എന്താണ്, കുറച്ച് ഭാഗ്യവും കൂടെ വേണം നമ്മള് നമ്മുടെ ന്യൂട്രീഷൻ പ്രോഗ്രാമിൽ എത്തിപ്പെടാനായിട്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ സഹോദരി ആണ് ആദ്യം ഇതിലേക്ക് വന്നത്. അപ്പൊ സ്വന്തം ബ്രദറിനോട് പറഞ്ഞു, ബ്രദർ അത് ആക്സെപ്റ്റ് ചെയ്തു, വന്നു, ജോയിൻ ചെയ്തു, റിസൾട്ട് എടുത്തു. അപ്പൊ ചുമ്മാ ഷേക്ക് കഴിച്ചത് മാത്രമല്ല റിസൾട്ട് വന്നത്. കോച്ച് പറഞ്ഞത്, ന്യൂട്രീഷൻ സെന്ററിലെ നമ്മുടെ കോച്ച് ജ്യോതിബാസ് സാറാണ്. ജ്യോതിബാസ് സാറും വൈഫും വിനി മാഡവും പറയുന്നത് അതേപോലെ തന്നെ അക്ഷരം പ്രതി ഫോളോ ചെയ്തത് കൊണ്ട് മാത്രമാണ് ഇത്രയും എക്സലന്റ് റിസൾട്ട് കിട്ടുന്നത് ഇല്ലേ? ഇപ്പൊ സാറ് രാത്രി നന്നായിട്ട് ഉറങ്ങി എന്ന് പറഞ്ഞു. അപ്പൊ പുറത്ത് നിൽക്കുന്ന ഒരാള് പെട്ടെന്ന് വിചാരിക്കും ഇതിനകത്ത് വല്ല ഉറക്ക ഗുളിക ഉണ്ടാവുമെന്ന് വിചാരിക്കും ഇല്ലേ? അപ്പൊ അല്ലെ, സ്വാഭാവികമാണത്. പക്ഷെ ഈ കൃത്യമായിട്ട് ഉറങ്ങുന്നു എന്ന് പറയുന്ന ഒരാള് നേരം വെളുത്ത് കൃത്യമായിട്ട് എഴുന്നേക്കുന്നുമുണ്ട്. പക്ഷെ ഉറക്ക ഗുളിക കഴിച്ചാലേ കൃത്യമായിട്ട് നേരം വെളുത്ത് എഴുന്നേക്കാൻ പറ്റില്ല നമുക്ക്. നമ്മൾ ആ ഉറക്കം കണ്ടിന്യൂ ചെയ്യും. അപ്പൊ അവിടെയാണ് നമ്മളുടെ പ്രോഗ്രാമിന്റെയും പ്രോഡക്റ്റിന്റെയും വ്യത്യാസങ്ങൾ. അപ്പോ നമ്മളുടെ കോച്ചസ് എത്രമാത്രം എഫേർട്ട് എടുത്തിട്ടാണ് നമ്മളുടെ പ്രോഗ്രാം നമ്മളുടെ കയ്യിലേക്ക് എത്തിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റൂല. അപ്പൊ ഞാനും ചെറിയ രീതിയിൽ ഒരു കോച്ചായിട്ട് ഇപ്പൊ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. എനിക്കറിയാം അതിന്റെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് ഒരാളെ പറഞ്ഞു മനസ്സിലാക്കി ഇതിലേക്ക് കൊണ്ടുവരാനുള്ളത്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ഇപ്പൊ ഞാൻ സുരേഷ് സാറിന് ഒരിക്കലും കൂടി ഞാൻ നന്ദി പറയുന്നു. നമ്മളിങ്ങനെ നമ്മളുടെ ഈ ഹെർബൽ വളരെയധികം ഒരു മിനിറ്റ്, ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഡിസ്കസ് ചെയ്തിട്ടാണ് ഓരോ കാര്യങ്ങൾ. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിലെ എന്റെ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞത് സ്റ്റെം സെല്ലിന്റെ ടോപ്പിക്കാണ്. അപ്പൊ സാറാണ് എനിക്ക് ആ സബ്ജക്ട് നിർദ്ദേശിച്ചത്. അപ്പൊ നമ്മുടെ ബോഡി റിപ്പയർ എങ്ങനെയാണ് നടക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഉത്തരം ഉണ്ടായില്ല. അപ്പൊ സ്റ്റെം സെല്ലാണ്, അതിനെക്കുറിച്ച് ഒന്ന് പഠിച്ചിട്ട് ഒരു ക്ലാസ് എടുക്കണം എന്ന് സുരേഷ് സാർ പറഞ്ഞതിന്റെ ബേസിസിലാണ് ഞാൻ ആ ക്ലാസ് എടുത്തത്. അപ്പൊ സാറിന്റെ റിസൾട്ട് ആയാലും എന്റെ റിസൾട്ട് ആയാലും സാറിന്റെ പെങ്ങളുടെ റിസൾട്ട് ആയാലും ഇതിലിരിക്കുന്ന ഓരോരുത്തരുടെയും ഓരോ ഹെൽത്ത് റിസൾട്ട് ആയാലും എങ്ങനെയാണ് സംഭവിക്കുന്നത് വെച്ചാൽ ഇതൊരു ട്രീറ്റ്മെന്റ് മെത്തേഡ് അല്ല. നമ്മളുടെ ഈ സ്റ്റെം സെൽസ് എന്ന് പറഞ്ഞ് ഈ ഉറങ്ങിക്കിടക്കുന്ന കുറച്ച് സ്റ്റെം സെൽസ് ഉണ്ട്, അതിനെ നമ്മൾ ഒന്ന് ഉത്തേജിപ്പിച്ചു കൊടുക്കുന്നു നല്ല ന്യൂട്രിയൻസ് കൊടുത്തിട്ട്. അപ്പൊ ആ ന്യൂട്രിയൻസ് ഉത്തേജിപ്പിച്ചു കൊടുത്തതിന്റെ ഭാഗമായിട്ടാണ്, ആ ഹാർട്ടിലുള്ള സ്റ്റെം സെൽസ് ഉത്തേജിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ സ്വന്തം ഹാർട്ടായിട്ട് നല്ല രീതിയിൽ ഫംഗ്ഷൻ ചെയ്യുന്ന ഹാർട്ടായിട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ടാത്ത വിധത്തിൽ സുരേഷ് സാർ ഇപ്പോഴും ഹെൽത്തി ആയിട്ട്
ആരോഗ്യത്തോടെ ഹാപ്പി ആയിട്ട് ഫാമിലി ലൈഫും അദ്ദേഹത്തിന്റെ കരിയറും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെയാണ് ഓരോ വ്യക്തികളും. ഓക്കെ, ആരോ താങ്ക് യു സർ, താങ്ക് യു ഫോർ ഷെയറിംഗ് യുവർ റിസൾട്ട്സ്. അടുത്ത ഒരാളും കൂടെ പറഞ്ഞാല് നമുക്ക് മാഡം, ഓക്കെ പറഞ്ഞാല്. എന്റെ പേര് കൗസർ ബീഗം എന്നാണ്. ഓക്കെ 21 വയസ്സ്. ഞാൻ തൃക്കൈ പോയി സെന്ററിന്നാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഓക്കെ പറഞ്ഞു. എന്റെ കോച്ച് ശുഭേച്ഛയാണ്. ഓക്കെ എനിക്കൊന്നും ഇപ്പൊ നല്ല മാറ്റമുണ്ട്. ഫസ്റ്റ് എല്ലാം ഞാൻ എന്റെ സിസ്റ്റർ വയ്യാന്ന് ഞാൻ ഇത് എടുക്കാൻ തുടങ്ങിയത്. ഓക്കെ ഫസ്റ്റ് ഒന്നും എനിക്കൊരു വിശ്വാസം ഉണ്ടായിട്ടില്ല. ഇത് കുടിച്ചതിനാല് ഇങ്ങനെ ആവും, എന്താവും എന്നുള്ളത്. അത് എനിക്ക് ഇവിടെ ഈ സെന്ററിന്റെ മുമ്പിൽ എത്തുന്നവരെ എനിക്ക് ഒരു ഇതുണ്ടായിന്, ഒരു ഡൗട്ടും കാര്യം, ഇത് കുടിച്ചെങ്കിൽ ഇതാവോ ഇല്ലയോ എന്താന്നുള്ളത്. പിന്നെ ഇപ്പൊ ഞാൻ ചേർന്നിട്ട് ഇന്നത്തേക്ക് 9 ദിവസമായി. എനിക്ക് മാരത്തോണിലുണ്ട് 9 ദിവസമായി. പിന്നെ എനിക്ക് ഇന്നത്തേക്കും കൂടിയിട്ട് 2 കിലോ 700 എനിക്ക് കുറഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ്. അപ്പോ ഫസ്റ്റ് എല്ലാം ഇത് കഴിക്കുമ്പോ എന്റെ ഉമ്മ പറയും, ഇത് മാത്രം കഴിച്ചെങ്കിൽ എന്ത് ശരീരം ഉണങ്ങി പോവൂലേ, ഫുഡ് കഴിക്കാതെ കുടലെല്ലാം ഉണങ്ങുന്ന ആ ഒരു ഇത് വരൂലേ. പിന്നെ ഞാൻ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കോച്ചിനെ വിളിച്ചിട്ട് ചോദിക്കും ഇതുണ്ടോ. അപ്പാന്ന് എനിക്കറിയുന്നത് നമ്മ ഫുഡ് കഴിക്കുന്നതിനെക്കാട്ടി കൂടുതൽ നല്ല പ്രോപ്പറായിട്ട് ബാലൻസ് ചെയ്യാൻ പറ്റുന്നുള്ളത്. അങ്ങനെ ഇപ്പൊ എനിക്ക് നല്ലൊരു മാറ്റമുണ്ട് ഈ 9 ദിവസത്തേക്ക്. നമ്മൾ ഡിസ്കസ് ചെയ്ത പോലത്തെ ഐഡിയൽ പാരാമീറ്റേഴ്സിലേക്ക് എത്തിക്കുന്നത് വരെ നമ്മുടെ പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്യുക. കോച്ചിന്റെ കൈ പിടിച്ച് എപ്പോഴും കോച്ചിനോട് ഡൗട്ട് എല്ലാം ക്ലിയർ ചെയ്തുകൊണ്ട് തന്നെ പോകണം. അങ്ങനെ നമ്മൾ മാത്രം ഓർമ്മരുത്, നമ്മളുടെ റിസൾട്ട് നമ്മൾ മറ്റൊരാളെ കൂടെ, ഒരാളല്ല ഒത്തിരി കൂടെ നമ്മൾ നമ്മുടെ ആരോഗ്യത്തിന്റെ പാതയിലേക്ക് നയിക്കുക. അതിന് ഏറ്റവും ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു പുണ്യപ്രവൃത്തി അല്ലെ. അപ്പൊ കൺഗ്രാറ്റുലേഷൻസ്, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്നത്തെ സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സെഷൻ താങ്ക് യു വെരി മച്ച്. ഇത്രയൊക്കെ എല്ലാം കേൾക്കാൻ ക്ഷമ കാണിച്ച എല്ലാവർക്കും താങ്ക് യു മാഡം.